നമസ്കാരം സുഹൃത്തുക്കളെ, എൻ്റെ പേര് സാഗർ. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ പ്രോമിസ് ചെയ്തതുപോലെ തന്നെ ഇന്ന് മുതൽ നമ്മളെ സ്റ്റഡീസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇതുവരെ നമ്മൾ എക്സാമിനേഷൻസ് ഒക്കെ മാറ്റി വെച്ചു എന്ന് അറിഞ്ഞപ്പോൾ സ്റ്റഡീസൊക്കെ നിർത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് മുതൽ നമ്മളെ സ്റ്റഡീസ് നമ്മൾ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യുകയാണ്. ആദ്യം തന്നെ നമ്മൾ പ്രോമിസ് ചെയ്ത കമ്പനി അക്കൗണ്ട്സിൻ്റെ വീഡിയോ ആണ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഈ വീഡിയോ കാണുന്ന എൻ്റെ എല്ലാ കൂട്ടുകാരും ഈ വരുന്ന അറ്റംപ്റ്റിൽ തന്നെ നമ്മൾ എക്സാമിനേഷൻസ് പാസ്സാവണമെന്നും ക്വാളിഫൈഡ് ആവണമെന്നും ഞാൻ ആശംസിക്കുകയാണ്. എല്ലാവർക്കും ഒരു ബെസ്റ്റ് ഓഫ് ലക്ക്. അപ്പോൾ നമുക്ക് നേരെ കമ്പനി അക്കൗണ്ട്സ് പഠിച്ചു തുടങ്ങാം. അപ്പോൾ എല്ലാവരും കോൺഫിഡൻ്റ് ആയിട്ടിരിക്കുക, മോട്ടിവേറ്റഡ് ആയിട്ടിരിക്കുക, നല്ല എനർജി വേണം, ഫ്രഷ് മൈൻഡഡ് ആയിട്ടിരിക്കുക. നമുക്ക് സിമ്പിളായിട്ട് കമ്പനി അക്കൗണ്ട്സ് പഠിക്കാം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കൂടുതലൊന്നും പഠിക്കുന്നില്ല. കമ്പനി അക്കൗണ്ട്സ് അല്ലേ, കമ്പനി അക്കൗണ്ട്സിൻ്റെ ആ കമ്പനി എന്ന് പറഞ്ഞ വേർഡ് എന്താണ്, നമ്മുടെ കമ്പനി എന്ന് പറയുന്ന ആ ഒരു ഡെഫിനിഷൻ, കമ്പനിയുടെ കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ്, ടൈപ്പ് ഓഫ് കമ്പനീസ് മാത്രം. അത് കഴിഞ്ഞിട്ട് അതിൽ രണ്ട് ഐറ്റമാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഒന്ന് ഫസ്റ്റ് സ്റ്റഡി നോട്ടിൽ നമുക്ക് 2 ഐറ്റം, അതായത് ഷെയർസിനെ പറ്റിയിട്ടും ഡിബഞ്ചേഴ്സിനെ പറ്റിയിട്ടും. ഷെയർ ഇഷ്യൂ ചെയ്യുന്നു, ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുന്നു, അതിൻ്റെ റിഡംഷൻ, അത് മെച്യൂരിറ്റി പീരീഡ് ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഫസ്റ്റ് മൊഡ്യൂളിൽ ഫസ്റ്റ് സ്റ്റഡി നോട്ടിൽ നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് പാർട്ടായിട്ടുള്ള ഷെയർ മാത്രം, എന്താണ് ഷെയർ, ടൈപ്പ് ഓഫ് ഷെയർസ് എന്തൊക്കെയാണ്, അതെങ്ങനെയൊക്കെയാണ് ഇഷ്യൂ ചെയ്യുന്നത് എന്നുള്ള കുഞ്ഞു കുറച്ച് തിയറി പാർട്ട്. അപ്പോൾ നിങ്ങൾ ഈ തിയറിക്കും നമ്മുടെ പ്രോബ്ലംസിനും ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുക്കണം. എന്തായാലും ഒരു 50% മിക്ക എക്സാമിന് ഒരു 40%, 60%, 60-40 അങ്ങനെ മാറി തിരിഞ്ഞൊക്കെ ആയിരിക്കും തിയറിയിൽ നിന്നും പ്രാക്ടിക്കൽ പ്രോബ്ലംസും ആയിട്ട് ചോദിക്കുന്നത്. അപ്പോൾ തിയറിയും പ്രാക്ടിക്കൽ പ്രോബ്ലംസ് പോലെ ഈക്വൽ ഇമ്പോർട്ടൻസ് ആണ്. പ്രാക്ടിക്കൽ പ്രോബ്ലംസ് ചെയ്യണമെങ്കിൽ തന്നെ നമ്മൾ തിയറി അറിഞ്ഞിരിക്കണം. കൂടാതെ നമുക്ക് തിയറി എക്സാമിനേഷൻസിന് എഴുതിയിട്ട് നല്ല മാർക്കും പെട്ടെന്ന് നന്നായിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ തിയറി നിങ്ങൾ അവോയ്ഡ് ചെയ്യരുത്. നമുക്ക് ഈ തിയറീസൊക്കെ വളരെ ഷോർട്ടായിട്ട് പെട്ടെന്ന് തന്നെ പഠിച്ചു പോകാം. ആദ്യത്തെ വീഡിയോ ആണ്, ഇൻട്രൊഡക്ഷൻ ആയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് നോക്കാം കമ്പനി അക്കൗണ്ട്സ്. ഓക്കെ, അതിൽ ഫസ്റ്റ് നമുക്ക് പഠിക്കാനുള്ള സാധനം എന്ന് പറഞ്ഞാൽ അക്കൗണ്ട്സ് ഓഫ് ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി. ഒരു ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനിയുടെ കുറച്ച് അക്കൗണ്ട്സ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, അത് നമുക്ക് പഠിക്കാം. ഫസ്റ്റ് തന്നെ നമ്മളെ കമ്പനി അക്കൗണ്ട്സ് അല്ലെങ്കിൽ അക്കൗണ്ട്സ് ഓഫ് ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി എന്നല്ലേ. അങ്ങനെയാണെങ്കിൽ നമ്മൾ എപ്പോഴും പഠിക്കുന്ന പോലെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യത്തിൽ നിന്ന് എന്താണ് കമ്പനി എന്ന് പറയുന്ന ആ ഒരു വേർഡ്, എന്താണ് കമ്പനി എന്ന് പറയുന്നതിനെ പറ്റിയിട്ട് നമുക്ക് ഫസ്റ്റ് നോക്കാം. ഓക്കെ അല്ലേ? അപ്പോൾ കമ്പനി എന്ന് പറഞ്ഞാൽ എന്തുവാ? കമ്പനി ഫോംഡ് ആൻഡ് രജിസ്റ്റേർഡ് അണ്ടർ ദിസ് ആക്ട്. ഏതോ ഒരു ആക്ടിൽ ഫോം ചെയ്തിരിക്കുന്നതും രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഒരു സാധനത്തിനാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, കമ്പനി എന്ന് വിളിക്കുന്നത്. ഏത് ആക്ട്? കമ്പനീസ് ആക്ട് 2013 ഓർ എനി എക്സിസ്റ്റിംഗ് കമ്പനി. ഒന്നെങ്കിൽ എക്സിസ്റ്റ് ചെയ്യുന്നൊരു കമ്പനി, അല്ലെങ്കിൽ നമ്മൾ പുതിയതായിട്ട് കമ്പനീസ് ആക്ട് 2013 രജിസ്റ്റർ ചെയ്യേണ്ട ഒരു കമ്പനി, അതിനാണ് നമ്മൾ സിമ്പിളായിട്ട് കമ്പനി എന്ന് വിളിക്കുന്നത്. ഓക്കെ അല്ലേ? ഇതല്ലാണ്ട് ഡെഫിനേഷൻസ് ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എ കമ്പനി ഈസ് എ കമ്പനി ഈസ് എൻ ആർട്ടിഫിഷ്യൽ പേഴ്സൺ ഹാവിംഗ് പെർപച്വൽ സക്സഷൻ ആൻഡ് എ കോമൺ സീൽ, എന്തുവാ, വോളണ്ടറി അസോസിയേഷൻ ഓഫ് പേഴ്സൺ ഫോർ എ കോമൺ ഗോൾ, അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മൾ വേറെ കുറേ ഡെഫിനേഷൻസ് ഒക്കെ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അതൊക്കെ നിങ്ങൾ അറിഞ്ഞിരുന്നാൽ മതി. ഇതും നമ്മൾ ചുമ്മാ ഒന്ന് അറിഞ്ഞിരിക്കാൻ പറ്റും. നമുക്ക് അറിയാവുന്ന കാര്യത്തിന് നമ്മളൊന്ന് എഴുതി വെച്ചേക്കുന്നു. ഓക്കെ, ഈ കമ്പനി ഡെഫിനേഷൻ പറഞ്ഞിരിക്കുന്ന ഏതിനകത്താണ്? കമ്പനീസ് ആക്ട് 2013. കമ്പനീസ് ആക്ട് 2013. ഓക്കെ, പണ്ട് ഒരു കമ്പനീസ് ആക്ട് ഉണ്ടായിരുന്നു. അത് ഏത് വർഷമാണ്? 1956. നമ്മൾ +1 +2 ഒക്കെ പഠിക്കുന്ന സമയത്ത് ഇതായിരിക്കും പഠിച്ചിട്ടുണ്ടാവുക. അപ്പോൾ ഒന്നും കൂടെ നോക്കിയിട്ടാ, കമ്പനീസ് ആക്ട് 1956 ആയിരുന്നു ആദ്യമേ. അപ്പോൾ ഒന്നെങ്കിൽ ഈ 1956 പ്രകാരം രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഏതെങ്കിലും ഒരു കമ്പനി, അല്ലെങ്കിൽ കമ്പനീസ് ആക്ട് 2013 പ്രകാരം നമ്മൾ രജിസ്റ്റർ ചെയ്യാൻ പോകുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, ഒരു കമ്പനി എന്ന് വിളിക്കുന്നത്. ഓക്കെ അല്ലേ? അതിന് നിങ്ങൾ നേരത്തെ നമ്മൾ പറഞ്ഞ കുറേ ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്, ഡെഫിനിഷൻസിനകത്ത് നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റുന്ന എന്ത്, ഒരു ഡിസ്റ്റിങ്ക്റ്റ് ലീഗൽ പേഴ്സൺ ആണ്. ഡിസ്റ്റിങ്ക്റ്റ് ലീഗൽ പേഴ്സൺ, ഒരു ലീഗൽ പേഴ്സൺ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നമ്മളൊരു ലീഗൽ പേഴ്സൺ അല്ലേ. ഞാനിപ്പോൾ ഒരു ലീഗൽ പേഴ്സൺ ആണ്. അതിൻ്റെ അർത്ഥം എന്താണ്? എനിക്ക് നമ്മുടെ ഇന്ത്യയിലുള്ള ഏത് ഭൂമി, ഇന്ത്യയിലെന്നല്ല എവിടെയുള്ള ഏത് ഭൂമി വേണമെങ്കിലും മേടിക്കാം അല്ലേ. എനിക്ക് സ്വന്തമായിട്ട് പ്രോപ്പർട്ടീസ് ഓൺ ചെയ്യാം. എൻ്റെ പേര്, എനിക്കെതിരെ ആർക്കെങ്കിലും കേസ് കൊടുക്കാം. അതുപോലെ എനിക്ക് ആർക്കെങ്കിലും എതിരെ കേസ് കൊടുക്കാം. അങ്ങനെ ഒരുപാട് എന്തുണ്ട്, നമുക്കൊക്കെ ഒരുപാട് പെക്യുലാരിറ്റീസ് ഉണ്ട് നമ്മളൊരു ലീഗൽ പേഴ്സൺ ആണെങ്കിൽ. അതുപോലെ തന്നെയാണ് നമ്മുടെ കമ്പനിയും. കമ്പനി ഒരു ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആണ്, ഒരു ലീഗൽ പേഴ്സൺ ആണ്. അങ്ങനെയാണെങ്കിൽ കമ്പനിയുടെ പേരിൽ നമുക്ക് കേസ് കൊടുക്കാം. കമ്പനിക്ക് വേണമെങ്കിൽ നമുക്ക് ഇങ്ങോട്ടും കേസ് തരാം, കാരണം അതൊരു ലീഗൽ പേഴ്സൺ ആണ്. കമ്പനിക്ക് പ്രോപ്പർട്ടീസ് ഓൺ ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്, ഹയർ ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. അങ്ങനെയുള്ള നമുക്കുള്ള എല്ലാ റൈറ്റും, ലീഗൽ റൈറ്റ്സും എല്ലാം എന്തിനുണ്ട്, നമ്മുടെ കമ്പനീസിനും ഉണ്ട്. ഓക്കെ അല്ലേ? പിന്നെ പെർപെക്ച്വൽ സക്സഷൻ ആണെന്ന് നമുക്ക് എഴുതാം, കോമൺ സീൽ ഉണ്ടെന്ന് എഴുതാം. ഓക്കെ അല്ലേ? അപ്പോൾ ഈ ഒരു പോയിന്റിൽ നിന്ന് തന്നെ നമുക്ക് ഡെവലപ്പ് ചെയ്ത് 3-4 പോയിന്റ് എഴുതി കൂടെ എഴുതാം. അവിടെ നോക്കി, ലിമിറ്റഡ് ലയബിലിറ്റീസ് ആയിരിക്കും. ലയബിലിറ്റി ലിമിറ്റഡ് ആയിരിക്കും. അതിൻ്റെ അർത്ഥം എന്താണെന്ന് അറിയാമോ? കമ്പനി എന്ത് ചെയ്യുമെന്ന് അറിയാമോ? ഷെയർ എന്ന് പറഞ്ഞൊരു സാധനം. അതൊക്കെ നമുക്ക് ഇനി മുമ്പോട്ട് പോകുമ്പോൾ പഠിക്കാം എന്താണ് ഷെയർ എന്നൊക്കെ. ഇപ്പോൾ സിമ്പിളായിട്ട് ഇങ്ങനെ അറിഞ്ഞത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണേ, ഞാൻ ചുമ്മാ പറയുന്നതാണ്. അപ്പോൾ കമ്പനിക്ക് എന്തുണ്ട്? ഷെയർസ് ഉണ്ട്. ഓക്കെ, ആ ഷെയർസ് ഇപ്പോൾ എൻ്റെ കയ്യിൽ 1,00,000 രൂപയുടെ ഷെയർ ഉണ്ട്. എൻ്റെ ലയബിലിറ്റി ആ 1,00,000 മാത്രമേ ഉള്ളൂ. അതിനേക്കാളും കൂടുതൽ എന്തൊക്കെ ലയബിലിറ്റീസ് വന്നാലും ഞാൻ എന്ത് ചെയ്യേണ്ട, ഞാൻ കമ്പനിയുടെ ഓണർ ആണെങ്കിൽ പോലും എനിക്ക് എന്ത് ചെയ്യേണ്ട, ഞാനതിൽ ബാധ്യസ്ഥനല്ല ആ ലയബിലിറ്റീസ് മെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ അല്ലേ? അപ്പോൾ കമ്പനിയിൽ നമ്മൾ എത്ര ഷെയർ ആണോ ഓൺ ചെയ്യുന്നത്, ആ ഷെയറിന് എത്ര വാല്യൂ ആണോ ഉള്ളത്, അതാണ് നമ്മുടെ ലയബിലിറ്റി. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം കമ്പനിയുടെ ലയബിലിറ്റി എന്താണ്? ലിമിറ്റഡ് ലയബിലിറ്റി ആണ് അല്ലേ? ആണ്. പെർപെച്വൽ സക്സഷൻ ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞു, ദീർഘകാലത്തേക്ക് വേണ്ടിയിട്ട് അങ്ങ് പോകും. 5 കൊല്ലത്തേക്കോ 2 കൊല്ലത്തേക്കൊന്നും വേണ്ടിയിട്ടല്ല നമ്മൾ കമ്പനി തുടങ്ങുന്നത്. അതങ്ങ് പെർപെച്വലായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് പോയിക്കൊണ്ടേയിരിക്കും.
അടുത്ത എന്താണ്? ഷെയർസ് നമുക്ക് ഫ്രീലി ട്രാൻസ്ഫർ ചെയ്യാം. പക്ഷേ പ്രൈവറ്റ് കമ്പനിക്ക് പറ്റില്ല, പബ്ലിക് കമ്പനിക്ക് മാത്രമേ പറ്റൂ. അതൊന്ന് പ്രൈവറ്റ് കമ്പനി, പബ്ലിക് കമ്പനി നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്, ഞാൻ ചുമ്മാ പറയുന്നതാണ്. ഇപ്പോൾ ഒരു പേര് വന്നില്ലേ പ്രൈവറ്റ് കമ്പനി എന്ന്. അങ്ങനെയാണെങ്കിൽ നമുക്ക് നോക്കാം എത്ര തരം കമ്പനീസ് ഉണ്ട്, അതിൻ്റെയൊക്കെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് ജസ്റ്റ് ഒന്ന് നോക്കാം. അറിയാവുന്ന കാര്യമാണ്, നമ്മൾ ജസ്റ്റ് 2 മിനിറ്റ് പോലും എടുക്കില്ല ഇത് പഠിച്ചു തരാം. എന്നാ പിടിച്ചോ. ടൈപ്പ് ഓഫ് കമ്പനീസ് കാണാൻ പറ്റുന്നുണ്ടോടാ? ഓക്കെ, ടൈപ്പ് ഓഫ് കമ്പനീസ് 3 ടൈപ്പ് ഓഫ് കമ്പനീസ് ഉണ്ട്. നമുക്ക് ചുമ്മാ പറയാം, 3 അല്ല അതിൽ കൂടുതലൊക്കെ ഉണ്ട്. പക്ഷേ നമുക്ക് ഇപ്പോൾ 3 ഇതല്ലാതെ പല ബേസിൽ നമുക്ക് ലിമിറ്റഡ് ലയബിലിറ്റി, അൺലിമിറ്റഡ് ലയബിലിറ്റി എന്നൊക്കെ പറഞ്ഞ് ലയബിലിറ്റിയുടെ ബേസിലും ഓണർഷിപ്പിൻ്റെ ബേസിലും അങ്ങനെ പല ബേസിലും നമുക്ക് പലതരം ഡിവൈഡ് ചെയ്യാം. ഇവിടെ നമ്മൾ പഠിക്കാൻ പോണ 3 കമ്പനീസ് ഏതൊക്കെയാണ്? 1% കമ്പനി, പ്രൈവറ്റ് കമ്പനി, പബ്ലിക് കമ്പനി. 1% കമ്പനി, പ്രൈവറ്റ് കമ്പനി, പബ്ലിക് കമ്പനി. നമ്മൾ എവിടെയൊക്കെയോ ഇത് കേട്ടിട്ടുണ്ടല്ലോ അല്ലേ? നമ്മൾ പണ്ട്, അതായത് ഫസ്റ്റ് ഗ്രൂപ്പിൽ ലോ പഠിച്ചില്ലേ? ലോയും എത്തിക്സും. ആ ലോയ്ക്കകത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ട് 1% കമ്പനി എന്താണ്, പ്രൈവറ്റ് കമ്പനി എന്താണ്, പബ്ലിക് കമ്പനി എന്താണ്, അതിനകത്ത് എത്ര ഡയറക്ടേഴ്സ് വേണം, എത്ര മെമ്പേഴ്സ് വേണം, എത്ര പേരുണ്ടെങ്കിൽ അത് തുടങ്ങാൻ പറ്റും, അതിൻ്റെ ലീഗൽ റിക്വയർമെൻറ്റ്സ് എന്തൊക്കെയാണ്, ആക്ട് ഏതൊക്കെയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ പഠിച്ചായിരുന്നു. ആ പഠിച്ച കാര്യത്തിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് പോയിന്റ് മാത്രം ഞാനിവിടെ എഴുതിയിട്ടുണ്ട്. മെമ്പേഴ്സ്, ഒരു 1% കമ്പനി എന്ന് പറഞ്ഞാൽ ഒരാൾ നടത്തിക്കൊണ്ട് പോകുന്ന കമ്പനിയാണ് നമ്മൾ 1% കമ്പനി എന്ന് വിളിക്കുന്നത്. അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് ഞാനിപ്പോൾ പറയുന്നില്ല. ഓക്കെ, ഒരു 1% കമ്പനി തുടങ്ങാൻ വേണ്ടി 1 മെമ്പർ മതി. പ്രൈവറ്റ് കമ്പനിക്ക് 2 പേര് വേണം, പബ്ലിക് കമ്പനി ആണെങ്കിൽ 7 പേര് വേണം. ഡയറക്ടേഴ്സ് 1% കമ്പനിക്ക് ഒരാൾ മതി, പ്രൈവറ്റ് കമ്പനിക്ക് 2 പേര് വേണം, പബ്ലിക് കമ്പനിക്ക് 3 പേര് വേണം. അതുപോലെ ഒരുപാട് ഡിഫറൻസ് ഉണ്ട്. പബ്ലിക് കമ്പനിക്ക് പബ്ലിക്കിൻ്റെ ഷെയർ ഇഷ്യൂ ചെയ്ത് പൈസ കളക്ട് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. പ്രൈവറ്റ് കമ്പനിക്ക് പറ്റില്ല, അവർക്ക് വേണമെങ്കിൽ പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ് മാത്രമേ നടത്താൻ പറ്റൂ. പബ്ലിക് കമ്പനിക്ക് വേണമെങ്കിൽ പബ്ലിക് ഇഷ്യൂ നടത്താം, പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ് നടത്താം. അങ്ങനെ കുറേ പെക്യുലാരിറ്റീസ് ഒക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്, ഞാൻ പറഞ്ഞ് കുളമാക്കുന്നില്ല. ഇത് ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ വീഡിയോയിൽ നമ്മൾ എന്തൊക്കെയാണ് കമ്പനി, എന്തൊക്കെയാണ് എന്ന് അറിയാൻ വേണ്ടിയിട്ട് മാത്രം ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, ഇനി അടുത്ത കുറച്ച് സ്റ്റാറ്റ്യൂട്ടറി ബുക്സിനെ പറ്റിയിട്ടും ബുക്സ് ഓഫ് അക്കൗണ്ട്സിനെ പറ്റിയിട്ടും അത് നമ്മുടെ ടെക്സ്റ്റിൽ പേജ് നമ്പർ 2 കിടപ്പുണ്ട്. എന്താണെന്നറിയോടാ? അതായത് ഒരു കമ്പനി, ഏതെങ്കിലും നമ്മളിപ്പോൾ പറയുന്ന ഈ ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി, ഏത് കമ്പനി ആയാലും ആ കമ്പനി മാൻഡേറ്ററി ആയിട്ടും മെയിൻറ്റെയിൻ ചെയ്യേണ്ട കുറച്ച് ബുക്സ് ഓഫ് അക്കൗണ്ട്സും കുറച്ച് അല്ലാണ്ടുള്ള ബുക്കുകളും ഉണ്ട്. സ്റ്റാറ്റ്യൂട്ടറി ബുക്സ്, അതായത് നമ്മൾ കമ്പൽസറി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യേണ്ട കുറച്ച് ബുക്സും പിന്നെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് നമ്മളെ കണക്കും കാര്യങ്ങളും പർച്ചേസും സെയിൽസും ഒക്കെ കാണിക്കുന്ന നമ്മുടെ, മനസ്സിലായില്ല, ആ റെക്കോർഡ്സ് ഉള്ള കുറച്ച് ബുക്സ് ഓഫ് അക്കൗണ്ട്സും ഉണ്ട്. പിന്നെ കുറച്ച് സ്റ്റാറ്റ്യൂട്ടറി ബുക്സും നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. ഈ സ്റ്റാറ്റ്യൂട്ടറി ബുക്സിനകത്തൊക്കെ ഇത് നമ്മൾ ഇപ്പോൾ പറയാൻ കാരണം എന്താണെന്നറിയോ? MCQs വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ എക്സാമിനേഷൻസ് എന്തായാലും ഒരു 90% ചാൻസും ഡിസംബറിൽ മിക്കവാറും ഓൺലൈനായിട്ട് നടത്താൻ വേണ്ടിയിട്ടായിരിക്കും. നമ്മുടെ സുപ്രീം കോടതി ഒരു ജഡ്ജ്മെൻറ്റ് ഇറക്കിയിട്ടുണ്ടായിരുന്നു, ഇനി എക്സാമിനേഷൻസ് ഒന്നും പോസ്റ്റ്പോൺ ചെയ്യേണ്ട, ഉള്ള സിറ്റുവേഷൻസ് വെച്ചിട്ട് നമ്മൾ എക്സാമിനേഷൻസ് കണ്ടക്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ നമ്മുടെ എക്സാം എന്തായാലും ഡിസംബറിൽ നടക്കും, അത് ഷുവർ തന്നെയാണ്. ആ ഡിസംബറിൽ നടക്കാൻ പോകുന്ന എക്സാം മിക്കവാറും ഓൺലൈൻ ആക്കാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ ഓൺലൈൻ ആക്കുകയാണെങ്കിൽ MCQസിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ആയിരിക്കും. നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഏറ്റവും എളുപ്പത്തിൽ പറ്റുന്ന സാധനമായിരിക്കും നമ്മുടെ MCQ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ MCQ പോയിന്റുകളൊന്നും നമ്മൾ വിടരുത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ സ്റ്റാറ്റ്യൂട്ടറി ബുക്സ് ഒരു 5 എണ്ണം തന്നിരിക്കും. അതിൽ ഏതെങ്കിലും ഒരെണ്ണം ചിലപ്പോൾ തെറ്റായിരിക്കും, അവനെ മാറ്റാൻ പറയും. മനസ്സിലായോ? അല്ലെങ്കിൽ മാച്ച് ദ ഫോളോയിങ്ങിലോ ട്രൂ ഓർ ഫോൾസിലോ ഒക്കെ ഈ സ്റ്റാറ്റ്യൂട്ടറി ബുക്സും ബുക്സ് ഓഫ് അക്കൗണ്ട്സും കയറി വരും. അങ്ങനെയാണെങ്കിൽ നമ്മളത് പഠിക്കണ്ടേ? ആ സാധനമാണ് ഇതാ ഇവിടെ കിടക്കുന്നത്, സ്റ്റാറ്റ്യൂട്ടറി ബുക്സ്. കാണാൻ പറ്റുന്നുണ്ടോ? നമുക്ക് നോക്കാം. സ്റ്റാറ്റ്യൂട്ടറി ബുക്സ് നമ്മളെ ഉറപ്പായിട്ടും മെയിൻറ്റെയിൻ ചെയ്യേണ്ട കുറേ ബുക്സുകളുണ്ട്. ആ ബുക്കുകൾ ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. ഈ പേര് വായിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. എന്തോ നോക്കി, രജിസ്റ്റർ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ഹെൽഡ് ആൻഡ് ദെയർ നെയിംസ്. അതായത് നമ്മുടെ ഷെയറും കാര്യങ്ങളൊക്കെ മേടിച്ചിരിക്കുന്ന ഇൻവെസ്റ്റേഴ്സിൻ്റെ പേരും ഡീറ്റെയിൽസും വേണം അല്ലേ? രജിസ്റ്റർ ഓഫ് ചാർജസ്, രജിസ്റ്റർ ഓഫ് മെമ്പേഴ്സ്, രജിസ്റ്റർ ഓഫ് ഡിബഞ്ചർ ഹോൾഡേഴ്സ്, ആനുവൽ റിട്ടേൺസ്, മിനിറ്റ്സ് ബുക്ക് എന്ന് പറഞ്ഞാൽ അറിഞ്ഞുകൂടാ. ഇപ്പോൾ എന്തെങ്കിലും നമ്മളൊരു മീറ്റിംഗ് നടത്തുകയാണെങ്കിൽ ആ മീറ്റിംഗിൽ നടന്ന കാര്യങ്ങളൊക്കെ നമ്മൾ എഴുതി വെക്കുന്നതാണ് മിനിറ്റ്സ് ബുക്ക്. ആ മിനിറ്റ്സ് ബുക്ക് വേണം. അങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽസും, നമ്മളെ ഡയറക്ടേഴ്സിൻ്റെ ഡീറ്റെയിൽസ് ഉള്ള ബുക്ക്, ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഡീറ്റെയിൽസ് ഉള്ള ബുക്ക്, ഇൻവെസ്റ്റ്മെൻറ്റ് റിഗാർഡ് ചെയ്യുന്ന ഡീറ്റെയിൽസ് ഉള്ള ബുക്ക്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളില്ലേ, കമ്പനിയുടെ ലോൺസ്, അങ്ങനെയുള്ള കുറേ ബുക്സുകളുണ്ട്. ഒരു 11 ഉണ്ട്. നിങ്ങൾക്ക് വായിച്ച് നോക്കിക്കൂടെ? സിമ്പിളായിട്ടുള്ള കാര്യമല്ലേ? അങ്ങനെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ്, ഈ ഐറ്റമാണ് നമുക്ക് പഠിക്കാനുള്ളത്. കുറേ കണക്കും കാര്യങ്ങളും വരവും ചിലവും ഒക്കെ ഉള്ള ബുക്കുകളില്ലേ, ആ സാധനമാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇത് ഉറപ്പായിട്ടും നമ്മുടെ ഏത് കമ്പനി ആയാലും അതിൻ്റെ ഹെഡ് ഓഫീസ് അല്ലേ, അല്ലെങ്കിൽ അതിൻ്റെ രജിസ്റ്റേർഡ് ഓഫീസില്ലേ, ആ രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഓഫീസിൽ നമ്മൾ ഈ ബുക്കും കാര്യങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്യണം. ഈ 3 എണ്ണം ഏതൊക്കെയാണെന്ന് നോക്കി. ഒന്നാമത്തത് ദ സം ഓഫ് മണി റിസീവ്ഡ് ആൻഡ് എക്സ്പെൻഡഡ് ബൈ ദ കമ്പനി. ഒന്നെങ്കിൽ കമ്പനിക്ക് കിട്ടിയ ഇൻകം, അല്ലെങ്കിൽ കമ്പനിയിൽ നിന്നൊക്കെ ഇന്ന് പോയ എക്സ്പെൻഡിച്ചർ. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് എവിടെയോ പഠിച്ചിട്ടുണ്ടല്ലോ, റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് എവിടെയോ പഠിച്ചിട്ടുണ്ടല്ലോ. അതുപോലെ നമ്മുടെ ഇൻകവും കമ്പനിയുടെ ഇൻകവും എക്സ്പെൻസും അതിനെ പറ്റിയിട്ട് നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന ഒരു അക്കൗണ്ട് നമ്മുടെ കയ്യിൽ വേണം. ഓക്കെ അല്ലേ? റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട്, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്, അതെന്തെങ്കിലും ആയിക്കോട്ടെ, നമുക്കിനി മുമ്പോട്ട് പോകുമ്പോൾ പഠിക്കാം. അടുത്ത ഓൾ സെയിൽസ് ആൻഡ് പർച്ചേസ് ഓഫ് ഗുഡ്സ് ഓഫ് എ കമ്പനി. കമ്പനിയുടെ എല്ലാ സെയിൽസും പർച്ചേസിൻ്റെയും റിഗാർഡിംഗ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് വേണം, അതിൻ്റെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് വേണം. അടുത്ത നോക്കി, ഓൾ അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് ഓഫ് ദ കമ്പനി. കമ്പനിയുടെ ഓൾ അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ്, അതിന് നമ്മൾ എന്തോ പറയുമല്ലോ, എന്താണ് നമ്മുടെ ബാലൻസ് ഷീറ്റ്.
ഓക്കെ, അങ്ങനെയാണെങ്കിൽ അവർ പറഞ്ഞിരിക്കുന്ന കുറേ ഫോർമാറ്റുകളും കാര്യങ്ങളൊക്കെ കാണും. ആ ഫോർമാറ്റുകളൊക്കെ വെച്ചിട്ട് അതുപോലെ നമ്മൾ എന്ത് ചെയ്യണം, ഈ 3 സാധനങ്ങളും പ്രിപ്പയർ ചെയ്യണം. സത്യം പറഞ്ഞാൽ ഈ 3 സാധനങ്ങൾ പ്രിപ്പയർ ചെയ്യുന്ന കുറച്ച് കുറച്ച് അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഉണ്ട്. അത് മാത്രം നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ഈ പരിപാടി തീർന്നു. ഏത് കമ്പനി അക്കൗണ്ട്സ് എന്ന് പറഞ്ഞ ചാപ്റ്റർ മൊത്തത്തിൽ തീർന്നു. അപ്പോൾ അത് നമുക്ക് പഠിക്കാം. ഓക്കെ അല്ലേ, ഈ 2 പോയിൻറ്റുമായി. അങ്ങനെയാണെങ്കിൽ ഇനി നമുക്ക് നമ്മുടെ ഫസ്റ്റ് സ്റ്റഡി നോട്ടിലേക്ക് കിടക്കാം. ഫസ്റ്റ് സ്റ്റഡി നോട്ട് എന്താ പറയുന്നതെന്ന് അറിയാമോ? അക്കൗണ്ടിങ് ഓഫ് ഷെയർസ് ആൻഡ് ഡിബഞ്ചേഴ്സ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഫസ്റ്റ് സ്റ്റഡി നോട്ടിൽ പറയുന്നത് നമ്മുടെ ഷെയർസും ഡിബഞ്ചേഴ്സും അതിൻ്റെ കുറച്ച് അഡ്ജസ്റ്റ്മെൻറ്റുകൾ, അതിൻ്റെ കുറച്ച് അക്കൗണ്ട്സും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ അല്ലേ, അതായത് നമ്മൾ ഷെയർ ഇഷ്യൂ ചെയ്യുന്നു, ഷെയറിന് വേണ്ടിയിട്ട് നമ്മൾ കുറേ കോൾസ് മേടിക്കുന്നു, അങ്ങനെയൊക്കെ പറഞ്ഞ് കുറച്ച് ഐറ്റംസ് ഒക്കെ ഉണ്ടാകും, നമ്മൾ മുമ്പോട്ട് ഇങ്ങോട്ട് പഠിക്കും. അപ്പോൾ അതുപോലെ ഡിബഞ്ചർ, അപ്പോൾ അത് നമ്മൾ എങ്ങനെ റെക്കോർഡ് ചെയ്യും, അതിൻ്റെ റൂൾസ് എന്തൊക്കെയാണ്, ഏത് എവിടെ വരണം, എന്ത് ക്രെഡിറ്റ് എന്ത് ഡെബിറ്റ്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് നമ്മളിവിടെ പഠിക്കുന്നത്. സിമ്പിളായിട്ട് പഠിക്കാം. അപ്പോൾ നമ്മൾ എപ്പോഴും ചെയ്യുന്നത് പോലെ നമ്മൾ ആദ്യമേ ഈ അക്കൗണ്ടിങ് ഓഫ് ഷെയർസ് ആണ് പഠിക്കുന്നത്. ഡിബഞ്ചേഴ്സ് നമുക്ക് പിന്നെ പഠിക്കാം. ഓക്കെ, നമുക്ക് ആദ്യമേ അക്കൗണ്ടിങ് ഓഫ് ഷെയർസ് പഠിക്കാൻ പോവാണ്. അങ്ങനെയാണെങ്കിൽ എപ്പോഴും ചെയ്യുന്നത് പോലെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യം ആ ഷെയറിൻ്റെ മീനിങ് എന്താ നമുക്ക് പഠിക്കാം. ഓക്കെ, കമ്പനീസ് ആക്ട് പ്രകാരം നമ്മൾ കമ്പനീസ് ആക്ട് 2013 പറഞ്ഞില്ലേ, ആ കമ്പനീസ് ആക്ട് 2013 സെക്ഷൻ 2 സബ്സെക്ഷൻ 84 എല്ലാത്തിൻ്റെയും ഡിഫൈനിങ് സെക്ഷൻ. ഏത് ആക്ട് എടുത്താലും, നമ്മൾ ഇന്ത്യയിലുള്ള ഏത് ആക്ട് എടുത്താലും അതിൻ്റെ ഡെഫിനിഷൻസ് എല്ലാം കൊടുത്തിരിക്കുന്ന സെക്ഷൻ 2-ലായിരിക്കും. ആ സെക്ഷൻ 2-ൻ്റെ സബ്സെക്ഷൻ 84 ആണ് നമ്മുടെ ഷെയറിൻ്റെ ഡെഫിനിഷനെ പറ്റിയിട്ട് പറഞ്ഞിരിക്കുന്നതെന്ന് അറിയോ? നല്ല അടിപൊളി ഡെഫിനിഷൻ. ഓക്കെ, ഷെയർ മീൻസ് എ ഷെയർ ഇൻ ഷെയർ ക്യാപിറ്റൽ ഓഫ് എ കമ്പനി ആൻഡ് ഇൻക്ലൂഡ്സ് സ്റ്റോക്സ്. നോക്കിയടാ, ഷെയർ മീൻസ് ഷെയർ ഇൻ ഷെയർ ക്യാപിറ്റൽ ഓഫ് എ കമ്പനി. ഒരു കമ്പനിയുടെ ഷെയർ ക്യാപിറ്റലിലുള്ള നമ്മുടെ ഷെയറിനെയാണ് ഷെയർ എന്ന് വിളിക്കുന്നത്. നല്ല അടിപൊളി ഡെഫിനിഷൻ അല്ലേ? നോക്കിയടാ, ഷെയർ മീൻസ് എ ഷെയർ ഇൻ ഷെയർ ക്യാപിറ്റൽ ഓഫ് എ കമ്പനി. ഒരു കമ്പനിയുടെ ഷെയർ ക്യാപിറ്റലിൽ നമുക്കുള്ള ഷെയറിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഷെയർ എന്ന് വിളിക്കുന്നത്. ഓക്കെ അല്ലേ? മനസ്സിലായില്ലെങ്കിൽ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മുടെ കമ്പനിയുടെ പേരാണ് സൂപ്പർ സാഗ് ലിമിറ്റഡ്. എന്താണ് സൂപ്പർ സാഗ് ലിമിറ്റഡ്? നമ്മുടെ പുതിയ ചാനലിൻ്റെ പേരാണ്. നിങ്ങൾ ഇവിടെ തരുന്ന സപ്പോർട്ട് എനിക്ക് അവിടെയും തരണം. ഓക്കെ, അതിവിടെ നമ്മുടെ സൂപ്പർ സാഗ് ലിമിറ്റഡിന് നമ്മൾ നോർമലി ബിസിനസ്സൊക്കെ നടത്തിക്കൊണ്ട് പോവുകയാണ്. നമുക്ക് അത്യാവശ്യം പ്രോഫിറ്റും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മൾ പ്ലാൻ ചെയ്യുകയാണ്, എന്തുകൊണ്ട് ഈ ബിസിനസ്സിന് നമ്മുടെ ജില്ലയിൽ, നമ്മുടെ സ്ഥലം കൊല്ലമാണ്, കൊല്ലത്താണ് നമ്മൾ ഈ ബിസിനസ് ചെയ്യുന്നത്. അതിന് നമ്മൾ എക്സ്പാൻഡ് ചെയ്ത് തീരുമാനിച്ചു. ട്രിവാൻഡ്രത്തേക്കും എറണാകുളത്തേക്കും തൃശ്ശൂരേക്കും മലപ്പുറത്തേക്കും ഒക്കെ നമ്മൾ ഓരോ ബ്രാഞ്ചുകൾ എക്സ്പാൻഡ് ചെയ്ത് തീരുമാനിച്ചു. അങ്ങനെയാണെങ്കിൽ എനിക്ക് എന്ത് ചെയ്യും, ഒരുപാട് ക്യാപിറ്റലിൻ്റെ ആവശ്യം വരും. ക്യാപിറ്റൽ റേസ് ചെയ്യാൻ എൻ്റെ കയ്യിൽ പൈസ ഇല്ല, സ്വന്തമായിട്ട് എടുക്കാൻ എൻ്റെ കയ്യിൽ പൈസ ഇല്ല. അങ്ങനെ ഞാനാണെങ്കിൽ കമ്പനിയെ രജിസ്റ്റർ ചെയ്ത് ലിമിറ്റഡ് കമ്പനിയാക്കി മാറ്റി. എന്നിട്ട് നമ്മൾ പബ്ലിക് ഓഫറൊക്കെ നടത്തിയിട്ട് ഷെയർ ഇഷ്യൂ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ തീരുമാനിച്ചു. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, നമുക്ക് മൊത്തം കൂടെ ആവശ്യം വരുന്നത് ഒരു 10 ലക്ഷം രൂപയാണ്. ഈ 10 ലക്ഷം രൂപയെ കുഞ്ഞു പാർട്ടുകളായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യും. 10 ലക്ഷം രൂപ എന്തായിട്ട് ഡിവൈഡ് ചെയ്യും? ഒരു 10 രൂപയുടെ ഷെയർ ആയിട്ട് ഡിവൈഡ് ചെയ്യും. 10 രൂപയുടെ 1 ലക്ഷം ഷെയർ ആയിട്ട് ഡിവൈഡ് ചെയ്യും. മനസ്സിലായി? അപ്പോൾ ഷെയർ എന്താണെന്ന് മനസ്സിലായി? നമുക്ക് റിക്വയർമെൻ്റ് ആയിട്ടുള്ള ഒരു ക്യാപിറ്റലിനെ നമ്മൾ കുഞ്ഞ് ഡിനോമിനേഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് അതിൽ ഒരു ഡിനോമിനേഷനെ നമുക്ക് എന്തെന്ന് വിളിക്കാം? ഒരു ഷെയർ എന്ന് വിളിക്കാം. ഓക്കെ അല്ലേ? നമുക്ക് റിക്വയർമെൻറ്റ്, നമ്മുടെ ആവശ്യമായിട്ടുള്ള ക്യാപിറ്റലാണ് 10 lakh rupees. അതിനെ നമ്മൾ 1 lakh ഷെയർസ് ആയിട്ട് 1 lakh ഷെയർസ് ഓഫ് 10 each 10 രൂപയുടെ 1 ലക്ഷം ഷെയർ ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ ആ ഓരോ ഷെയറും, ആ ഓരോ ഡിനോമിനേഷൻസിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം? ഷെയർ എന്ന് വിളിക്കാം. അതിൻ്റെ ഫേസ് വാല്യൂ 10 എന്നും പറയാം അല്ലേ? അതായത് അതിൻ്റെ എത്ര രൂപയാണോ ആ നമ്മളെ ഷെയർ സർട്ടിഫിക്കറ്റിനകത്ത് എഴുതിയിരിക്കുന്നത്, 10 രൂപയാണ് ഷെയറിൻ്റെ വിലയും നമ്മൾ എഴുതിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ 10 രൂപയെ നമുക്ക് എന്തെന്ന് വിളിക്കാം? ഫേസ് വാല്യൂ എന്ന് വിളിക്കാം. അപ്പോൾ നമ്മൾ ഷെയറും പഠിച്ചു, ഫേസ് വാല്യൂവും പഠിച്ചു. ഇതൊക്കെ നമുക്ക് ആവശ്യം വരും. ഓക്കെ അല്ലേ? അപ്പോൾ ഷെയറിൻ്റെ ഡെഫിനിഷൻ എന്താണ്? ഷെയർ മീൻസ് എ ഷെയർ ഇൻ ഷെയർ ക്യാപിറ്റൽ ഓഫ് എ കമ്പനി ആൻഡ് ഇൻക്ലൂഡ്സ് സ്റ്റോക്ക്. അതിനകത്ത് നമ്മുടെ സ്റ്റോക്ക് ഇൻക്ലൂഡ് ചെയ്യും. അതായത് ഷെയർസിൻ്റെ കൂട്ടത്തിനെയാണ് നമ്മൾ സ്റ്റോക്ക് എന്ന് വിളിക്കുന്നത്. പ്രശ്നമൊന്നുമില്ല. ഓക്കെ അല്ലേ? ഇനി നിങ്ങൾക്ക് അറിയാവുന്ന ഒരു കാര്യം കൂടെ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. എന്തുവാ നോക്കി? ടൈപ്പ് ഓഫ് ഷെയർസ്. എന്താണ് ടൈപ്സ് ഓഫ് ഷെയർസ്? എത്ര തരത്തിലുള്ള ഷെയർസ് ഉണ്ട്? നമ്മൾ പണ്ട് തൊട്ടേ നമ്മൾ പഠിക്കുന്ന സാധനം എന്ത്? ഇക്വിറ്റി ഷെയർസും പ്രിഫറൻസ് ഷെയർസും. ഇക്വിറ്റി ഷെയർസും പ്രിഫറൻസ് ഷെയർസും, അതെന്ത് 2 പേര്? ഇക്വിറ്റിയും പ്രിഫറൻസും നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. ചുമ്മാ ഞാൻ എൻ്റെ സാറ്റിസ്ഫാക്ഷൻ വേണ്ടിയിട്ട് പറയുകയാണ്, ചുമ്മാ ഒന്ന് കേട്ടിരുന്നാൽ മതി. ഓക്കെ, നമുക്ക് നോക്കാം ഇക്വിറ്റി ഷെയർസ് എന്താണ്, പ്രിഫറൻസ് ഷെയർസ് എന്താണ്. ഓക്കെ, ഇക്വിറ്റി ഷെയർസിന് നമുക്ക് ഓർഡിനറി ഷെയർസ് എന്ന് വിളിക്കാം, അല്ലെങ്കിൽ ജനറൽ ഷെയർസ് എന്ന് വിളിക്കാം. ഓർഡിനറി ഷെയർസ് നമ്മൾ വിളിച്ചു. ഇക്വിറ്റി ഷെയർസ് എന്ന് പറഞ്ഞാൽ സാധാ ഷെയർസാണ്. ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സാണ് നമ്മുടെ ബിസിനസ്സിൻ്റെ റിയൽ ഓണേഴ്സ് എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. ഓക്കെ, ഇനി പ്രിഫറൻസ് ഷെയർസ് എന്താണെന്ന് അറിയാമോ? അവർക്ക് പ്രിഫറൻഷ്യൽ റൈറ്റ് ഉണ്ട്. എന്തുണ്ട്? പ്രിഫറൻഷ്യൽ റൈറ്റ്. പ്രിഫറൻസ് എന്ന് പറഞ്ഞാൽ ആർക്കെങ്കിലും ഒരു പ്രിഫറൻസ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മളൊരു മുൻഗണന കൊടുക്കാമെന്നല്ലേ? അപ്പോൾ നോക്കി, ഇവർക്ക് എന്തൊക്കെയോ ഒരു മുൻഗണനയുണ്ട്, മുൻഗണനയ്ക്കുള്ളൊരു അവകാശമുണ്ട്. എപ്പോഴൊക്കെയാണെന്നറിയോ? ഡിവിഡൻഡ് പേ ചെയ്യുന്ന സമയത്തും നമ്മുടെ ഷെയർ റീപേ ചെയ്യുന്ന സമയത്തും അവർക്കൊരു മുൻഗണനയുണ്ട്. എന്ത് മുൻഗണന? എന്താണെന്ന് പറഞ്ഞുതരാം. അതായത് നമ്മുടെ ഇക്വിറ്റി ഷെയർസും ഉണ്ട്, പ്രിഫറൻസ് ഷെയർസും ഉണ്ട് അല്ലേ? നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ കയ്യിലുള്ള പൈസ നമുക്ക് കൊടുക്കാനുള്ള ക്രെഡിറ്റേഴ്സിനൊക്കെ ഉണ്ടെങ്കിൽ ക്രെഡിറ്റേഴ്സിനൊക്കെ കൊടുത്തിട്ട് ബാക്കിയുള്ള കടങ്ങളെല്ലാം തീർത്തിട്ട് ബാക്കി വരുന്ന പൈസ ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മുടെ ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുന്നത്.
അങ്ങനെ കൊടുക്കുമ്പോൾ ആദ്യം ആർക്ക് കൊടുക്കും? പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കും, ഡിവിഡൻഡ് പേ ചെയ്യും. ഓക്കെ അല്ലേ? അങ്ങനെ പേ ചെയ്ത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള സാധനമാണ് ആർക്ക് കൊടുക്കുന്നത്? നമ്മുടെ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുന്നത്. ഇതാ നോക്കി, ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിനെ ഡീൽ ചെയ്യുന്നതിന് മുമ്പ് അവർക്കൊരു പ്രിഫറൻസ് കിട്ടി, അതാണ് അവരുടെ പ്രിഫറൻഷ്യൽ റൈറ്റ്. അതുപോലെ കമ്പനി വൈൻഡ് അപ്പ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എല്ലാ ഡെറ്റുകളും കൊടുത്തു, എല്ലാ കടങ്ങളും എല്ലാം കൊടുത്ത് തീർന്നിട്ട് അവസാനം ബാക്കി വരുന്ന പൈസ ആർക്ക് കൊടുക്കും? ആദ്യം പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന്, അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളത് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന്. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇവർക്ക് കുറച്ച്, അപ്പോൾ ഇവർക്ക് റിസ്ക് കുറവാണല്ലേ? അങ്ങനെ റിസ്ക് കുറവാണെങ്കിൽ ഇവർക്ക് കുറച്ച് ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്. എന്താണ്? ഇവന്മാർക്ക് വോട്ടിംഗ് റൈറ്റ് ഇല്ല, നമ്മുടെ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് വോട്ടിംഗ് റൈറ്റ് ഉണ്ട്. ഓക്കെ അല്ലേ? ഇനി ഇവന്മാരുടെ റേറ്റ് ഓഫ് റിട്ടേൺ എന്ന് പറയുന്നത് ഫിക്സ്ഡ് ആയിരിക്കും. ഡിവിഡൻഡ് നമ്മൾ പേ ചെയ്യില്ലേ, അത് ഫിക്സ്ഡ് പെർസെൻറ്റേജ് ആയിരിക്കും, 10%. അല്ലെങ്കിൽ ഒരു ഷെയറിന് 1 രൂപ എന്നാണ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ 1 രൂപ ഫിക്സ്ഡ് ആയിരിക്കും. പക്ഷേ ഇവിടെ അങ്ങനല്ല. നമ്മുടെ പ്രോഫിറ്റ് കൂടിക്കഴിഞ്ഞാൽ അതനുസരിച്ച് എന്ത് ചെയ്യും? ഇവന്മാർക്കും റേറ്റ് ഓഫ് റിട്ടേൺ കൂടിക്കൊണ്ടേയിരിക്കും. നമുക്കറിയാവുന്ന കാര്യമല്ലേ? അറിയാവുന്ന കാര്യമാണ്, സിമ്പിൾ. അങ്ങനെയാണെങ്കിൽ ഈ പ്രിഫറൻസ് ഷെയർസിനെ നമുക്ക് 4 അങ്ങ് ഡിവൈഡ് ചെയ്യാം. 4 എന്തൊക്കെയോ 4 ക്രൈറ്റീരിയയുടെ ബേസിസിൽ നമുക്ക് 4 കാറ്റഗറി ആയിട്ട് ഡിവൈഡ് ചെയ്യാം. നോക്കാം. വിത്ത് റെഫറൻസ് ടു ഡിവിഡൻറ്റിൻ്റെ ബേസിൽ നമുക്ക് 2 ഡിവൈഡ് ചെയ്യാം. അതെ, ഇത് നോക്കടാ, 4 ഡിവൈഡ് ചെയ്യുമെന്ന് പറഞ്ഞാൽ ഡിവിഡൻ്റെ ബേസിൽ നമുക്ക് 2 ഡിവൈഡ് ചെയ്യാം, കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നതിൻ്റെ ബേസിൽ 2 ഡിവൈഡ് ചെയ്യാം, റിഡംഷൻ്റെ ബേസിൽ 2 ഡിവൈഡ് ചെയ്യാം, അതുപോലെ സർപ്ലസിൻ്റെ ബേസിൽ നമുക്ക് 2 ഡിവൈഡ് ചെയ്യാം. നമുക്ക് നോക്കാം. ഡിവിഡൻ്റെ ബേസിലാണെങ്കിൽ നമുക്കതിനെ ക്യുമുലേറ്റീവും നോൺ ക്യുമുലേറ്റീവ് എന്ന് വിളിക്കാം. ക്യുമുലേറ്റീവ് 2 എന്ന് പറഞ്ഞത്, നോൺ ക്യുമുലേറ്റീവ്. ഇപ്പം മനസ്സിലായി, ആ പേര് കേട്ടപ്പോൾ മനസ്സിലായി. എന്താണെന്നറിയാമോ? നമുക്കിപ്പോൾ 1 വർഷം ഡിവിഡൻഡ് കൊടുക്കാൻ നമ്മുടെ കയ്യിൽ പൈസ ഇല്ല. അങ്ങനെയാണെങ്കിൽ അത് ക്യുമുലേറ്റ് ചെയ്യും. അതിൻ്റെ അർത്ഥം അതിങ്ങനെ കെട്ടിക്കിടക്കും. ആദ്യത്തെ വർഷം 10 രൂപ വന്നു, രണ്ടാമത്തെ വർഷം നമുക്ക് ഡിവിഡൻഡ് കിട്ടിയില്ല. അങ്ങനെയാണെങ്കിൽ 10, 20 രൂപ കെട്ടിക്കിടക്കും. മൂന്നാമത്തെ വർഷം നമുക്ക് പ്രോഫിറ്റ് ഉണ്ടായി കഴിഞ്ഞാൽ ആ 3 വർഷത്തെയും കൂടെ പ്രോഫിറ്റ് കൊടുക്കും. അതാണ് ക്യുമുലേറ്റീവ്. നോൺ ക്യുമുലേറ്റീവ് ആണെങ്കിൽ അങ്ങനെയൊന്നുമില്ല. 1 വർഷം പ്രോഫിറ്റ് ഉണ്ടായില്ലെങ്കിൽ അവർക്ക് എന്തില്ല? ഡിവിഡൻഡ് ഇല്ല. ഇനി കൺവേർട്ടബിൾ ആണെങ്കിലോ? കൺവേർട്ടബിൾ ആണെങ്കിൽ അതിന് നമുക്ക് 2 വിളിക്കാം. എന്ത്? കൺവേർട്ടബിൾ എന്നും നോൺ കൺവേർട്ടബിൾ എന്നും വിളിക്കാം. ഓക്കെ അല്ലേ? അതായത് പ്രിഫറൻസിനെ കുറച്ച് നാൾ കഴിയുമ്പോൾ ഇക്വിറ്റി ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുമോ? പറ്റുന്നതിനാണെങ്കിൽ കൺവേർട്ടബിൾ എന്നും, പറ്റാത്തതാണെങ്കിൽ നോൺ കൺവേർട്ടബിൾ എന്നും വിളിക്കാം. ഓക്കെ, ഇതിൻ്റെ കാര്യമൊക്കെ പറയുകയാണെങ്കിൽ ഒരുപാടുണ്ട്, ചുമ്മാ അറിഞ്ഞിരുന്നാൽ മതി. ഇനി റിഡംഷൻ്റെ ബേസിലാണെങ്കിലോ? റെഡീമബിൾ, ഇറെഡീമബിൾ എന്ന് പറഞ്ഞ് 2 തിരിക്കാം. റെഡീമബിൾ, ഇറെഡീമബിൾ. അതായത് നമ്മൾ പറയും നമ്മുടെ ഷെയറിന് 10 വർഷമാണ് കാലാവധി. 10 വർഷം കഴിയുമ്പോൾ ആ ഷെയർ ആരുടെ കയ്യിലാണോ ഇരിക്കുന്നത് അയാൾ നമ്മുടെ ഷെയർ സർട്ടിഫിക്കറ്റ് കൊണ്ടു തന്നു കഴിഞ്ഞാൽ, അതായത് ഷെയറിൻ്റെ പൊസിഷൻ കാണിക്കുന്ന സർട്ടിഫിക്കറ്റാണ് ഷെയർ സർട്ടിഫിക്കറ്റ്. ആ ഷെയർ സർട്ടിഫിക്കറ്റ് കൊണ്ടു തന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? പൈസ തിരിച്ചു കൊടുക്കും. അതിനാണ് എന്തെന്ന് വിളിക്കുന്നത്? റെഡീമബിൾ എന്ന് വിളിക്കുന്നത്. അങ്ങനെയില്ല. നമ്മളെ കമ്പനി എത്ര നാളുണ്ടോ അത്രയും നാൾ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടേയിരിക്കും. അതിനെ നമ്മളെന്തെന്ന് വിളിക്കും? ഇറെഡീമബിൾ എന്ന് വിളിക്കും. അതൊരിക്കലും എന്ത് ചെയ്യത്തില്ല? റെഡീം ചെയ്യില്ല. ഓക്കെ അല്ലേ? ഇനി പാർട്ടിസിപ്പേഷൻ ഇൻ വിത്ത് റെഫറൻസ് ടു പാർട്ടിസിപ്പേഷൻ ഇൻ സർപ്ലസ്. അതായത് കമ്പനിക്ക് എന്തെങ്കിലും എക്സ്ട്രാ സർപ്ലസ് ഉണ്ടായി, ആ സർപ്ലസ് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ലേ? പാർട്ടിസിപ്പേറ്റിംഗ് ആൻഡ് നോൺ പാർട്ടിസിപ്പേറ്റിംഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രിഫറൻസ് ഷെയർസിനെ 2 ഡിവൈഡ് ചെയ്യാം. ഓക്കെ അല്ലേ? ചുമ്മാ എന്ന് അറിഞ്ഞിരുന്നാൽ മതി. കൺവേർട്ടബിൾ, നോൺ കൺവേർട്ടബിൾ, റെഡീമബിൾ, ഇറെഡീമബിൾ, ക്യുമുലേറ്റീവ്, നോൺ ക്യുമുലേറ്റീവ്, പാർട്ടിസിപ്പേറ്റിംഗ്, നോൺ പാർട്ടിസിപ്പേറ്റിംഗ്. ഓക്കെ അല്ലേ? സത്യം പറഞ്ഞാൽ ഇത്രയൊക്കെയുള്ള തിയറി. ഇനി നമുക്കൊരു കുഞ്ഞൊരു ടോപ്പിക് കൂടെ പഠിക്കാനുണ്ട്. എന്താണെന്നറിയാമോ? കുറേ ടൈപ്പ് ഓഫ് ഷെയർസ് എന്ന് പറഞ്ഞിട്ട്, ടൈപ്പ് ഓഫ് ഷെയർസ് അല്ല, നമ്മൾ ഷെയർസിനെ കുറേ പേര് വിളിക്കും. എന്താണെന്നറിയാമോ? നോക്കിയേ, നോമിനൽ ഷെയർസ് അല്ലെങ്കിൽ നോമിനൽ ക്യാപിറ്റൽ അല്ലെങ്കിൽ ഓതറൈസ്ഡ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞ് വിളിക്കും. ഇഷ്യൂഡ് ക്യാപിറ്റൽ, സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ, കോൾഡ് അപ്പ്, പെയ്ഡ് അപ്പ്, കോൾസ് ഇൻ അരിയർ, ഇങ്ങനെ കുറേ പേരുകൾ നമ്മൾ കേട്ടിട്ടില്ലേ? അപ്പോൾ നമ്മൾ ഇന്നത്തെ ഇൻട്രൊഡക്ഷൻ വീഡിയോയിലെ ലാസ്റ്റ് ടോപ്പിക് എന്താണ് നമ്മളിപ്പോൾ ഈ പറഞ്ഞ ഓതറൈസ്ഡ് ക്യാപിറ്റലും നോമിനൽ ക്യാപിറ്റൽ, രജിസ്റ്റേർഡ് ക്യാപിറ്റൽ, കോൾസ് ഇൻ അരിയർ, സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ, ഇഷ്യൂഡ് ക്യാപിറ്റൽ, ഇങ്ങനെയുള്ള കുറേ പേരുകളില്ലേ? അപ്പോൾ ഈ ഐറ്റംസ് ഒക്കെ എന്തുവാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ പരിപാടി തീർന്നു. ഇന്ന് നമ്മൾ അത്രേ പഠിക്കും. ഓക്കെ അല്ലേ? അപ്പോൾ ഇന്ന് ഇതിനകത്ത് പഠിക്കുന്നതിനകത്ത് കുറേ പ്ലസ് പോയിൻറ്റ്സ് ഉണ്ട്. എന്താണെന്നറിയാമോ? അത് നമുക്കിവിടെ കമ്പനി അക്കൗണ്ട്സിൽ യൂസ് ചെയ്യാം. അതുപോലെ നമ്മുടെ ഫസ്റ്റ് ഗ്രൂപ്പിലുള്ള ലോ പേപ്പറിനകത്ത് യൂസ് ചെയ്യാം. ഫസ്റ്റ് ഗ്രൂപ്പിലുള്ള ലോ പേപ്പറിനകത്ത് ഇതിനുള്ള കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്താണ് സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ, എന്താണ് നോമിനൽ ക്യാപിറ്റൽ, അതില്ലെങ്കിൽ എന്ത് സംഭവിക്കും, കുറേ പെർസെൻറ്റേജും കുറേ ഡേറ്റുകളൊക്കെ ഉണ്ട് ലോയിൽ പഠിച്ചിട്ടുള്ള. അത് മൊത്തം നമ്മളിവിടെ കവർ ചെയ്യും. നമ്മുടെ കമ്പനിയുടെ പേരെന്താ? സൂപ്പർ സാഗ് ലിമിറ്റഡ്. നമ്മുടെ കമ്പനിയുടെ പേരെന്താ? സൂപ്പർ സാഗ് ലിമിറ്റഡ്. അപ്പോൾ ഈ സൂപ്പർ സാഗ് ലിമിറ്റഡിൻ്റെ കുറച്ച് ആ ഒരു കഥ വെച്ചിട്ട് നമുക്ക് ഈ സാധനം മൊത്തം പഠിച്ചിട്ട് ഇന്നത്തെ വീഡിയോ അങ്ങ് വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ അല്ലേ? അപ്പോൾ നോക്കി, നമ്മുടെ കമ്പനിയുടെ പേരാണ് സൂപ്പർ സാഗ് ലിമിറ്റഡ്. ഓക്കെ, അപ്പോൾ നമ്മളെ കമ്പനി എന്ത് ചെയ്യണം? നമ്മൾ ഒരു ലിമിറ്റഡ് കമ്പനിയായിട്ട് രജിസ്റ്റർ ചെയ്യണം അല്ലേ? അതൊക്കെ നമുക്കറിയാം. കമ്പനി ഒരു ലിമിറ്റഡ് കമ്പനി ആകുമ്പോൾ, പബ്ലിക് കമ്പനിയൊക്കെ ആകുമ്പോൾ നമ്മൾ അതിനെ രജിസ്റ്റർ ചെയ്യണമെന്നും ലിസ്റ്റ് ചെയ്യണമെന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതൊക്കെ വേറെ പാട്ട്, അതൊന്നും നമുക്കിപ്പോൾ പറയുന്നില്ല. അങ്ങനെ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് നമുക്കൊരു ഡോക്യുമെൻ്റ് ഉണ്ട് അല്ലേ? ആ ഡോക്യുമെൻ്റിൻ്റെ പേരാണ് മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ. MOS എന്നൊക്കെ നമ്മൾ വിളിക്കും, MOA എന്നൊക്കെ വിളിക്കും അല്ലേ? മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ എന്നൊക്കെ വിളിക്കും. അതിന് കുറേ പെക്യൂലാരിറ്റീസ് ഉണ്ട്. അതിനകത്ത് അതിൻ്റെ റൂൾസും റെഗുലേഷൻസും കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടെന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതൊക്കെ വിട്ടേരെ. ഓക്കെ, അപ്പോൾ ഈ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനകത്ത് ഒരു ക്യാപിറ്റൽ ക്ലോസ് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. ക്യാപിറ്റൽ ക്ലോസ് പഠിച്ചിട്ടുണ്ട്. ആ ക്യാപിറ്റൽ ക്ലോസിനകത്ത് നമ്മളൊരു എമൗണ്ട് വയ്ക്കും
എന്താണെന്നറിയോ? അതായത് നമ്മൾ ഈ സൂപ്പർ സ്റ്റാക്ക് ലിമിറ്റഡ് എന്ന് പറഞ്ഞൊരു കമ്പനി രജിസ്റ്റർ ചെയ്യുമ്പോൾ നമ്മളിങ്ങനെ ആലോചിക്കും, അതായത് ഇപ്പം നമ്മുടെ കമ്പനിക്ക് ഒരു 10 ലക്ഷം രൂപയാണ് ആസ്തിയുള്ളത്. ഒരു 5 വർഷം കഴിയുമ്പോൾ അത് നമ്മൾ കൂട്ടി ഒരു 10 കോടിയാക്കും. ആ 10 കോടി പിന്നെയും കൂട്ടി എക്സ്പാൻഡൊക്കെ ചെയ്തിട്ട് നമ്മളെ കമ്പനി മാക്സിമം ഒരു 1000 കോടി രൂപയുടെ എന്ത് ചെയ്യും, ഒരു ക്യാപിറ്റൽ ഉണ്ടാവാൻ പോണ കമ്പനിയായിട്ട് മാറും. അതാണ് നമ്മുടെ ലക്ഷ്യം, അല്ലേ? അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ്റെ ക്യാപിറ്റൽ ക്ലോസിൽ എഴുതും നമ്മുടെ കമ്പനിക്ക് 1000 കോടി രൂപയുടെ 1000 ക്രോസാണ് 1000 കോടി രൂപയുടെ ക്യാപിറ്റലൊക്കെ ഉണ്ടാകും എന്നൊക്കെ നമ്മൾ എഴുതി വയ്ക്കും, ചുമ്മാ എഴുതി വയ്ക്കും. അതിന് പ്രത്യേകിച്ച് 1000 കോടി എന്ന് എഴുതാവുള്ളൊന്നുമില്ല, നമുക്ക് എത്ര വേണമെങ്കിലും എഴുതാം. പക്ഷേ നമ്മളിപ്പോൾ എഴുതിയത് നമ്മുടെ സൂപ്പർ സ്റ്റാക്ക് ലിമിറ്റഡ് എഴുതിയ എത്രയാണ്? 1000 കോടി രൂപ. അപ്പോൾ അവർക്ക് 1000 കോടി രൂപ വരെ ഷെയർ ഇഷ്യൂ ചെയ്യാൻ പറ്റും. എത്ര വരെ? 1000 കോടി രൂപയുടെ ഷെയർസ് മാത്രമേ മാക്സിമം ഇഷ്യൂ ചെയ്യാൻ പറ്റൂ. 1000 കോടി രൂപയുടെ ഷെയർസ് മാക്സിമം അവർക്ക് ഇഷ്യൂ ചെയ്യാൻ പറ്റും. 1000-ന് മുകളിൽ പോകാൻ പറ്റുമോ? ഇല്ല. കാരണം അവർ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനകത്ത് അവർ പറഞ്ഞിട്ടുണ്ട് ക്യാപിറ്റൽ ലോസിനകത്ത് 1000 കോടി രൂപയെന്ന്. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ നമ്മൾ ആ എഴുതി വെച്ച ആ 1000 കോടിയാണ്, ഈ 1000 കോടി നമുക്ക് എന്തെന്ന് വിളിക്കാം? രജിസ്റ്റേർഡ് ക്യാപിറ്റൽ, അല്ലെങ്കിൽ ഓതറൈസ്ഡ് ക്യാപിറ്റൽ, അല്ലെങ്കിൽ നോമിനൽ ക്യാപിറ്റൽ എന്ന് വിളിക്കാം. എന്തൊക്കെ വിളിക്കാടാ? രജിസ്റ്റേർഡ് ക്യാപിറ്റൽ എന്ന് വിളിക്കാം, അല്ലെങ്കിൽ ഓതറൈസ്ഡ് ക്യാപിറ്റൽ എന്ന് വിളിക്കാം, അല്ലെങ്കിൽ നോമിനൽ ക്യാപിറ്റൽ എന്ന് വിളിക്കാം. ഇതിന് നോട്ടൊന്നും നമ്മൾ എഴുതുന്നില്ല, നമ്മൾ ചുമ്മാ ഇങ്ങനെ പഠിക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഒന്നാമത്തെ വേർഡ് നമ്മൾ പഠിച്ചു, ഒന്നാമത്തെ ക്യാപിറ്റലിൻ്റെ പേര് പഠിച്ചു. രജിസ്റ്റേർഡ് ക്യാപിറ്റൽ, ഓതറൈസ്ഡ് ക്യാപിറ്റൽ, നോമിനൽ ക്യാപിറ്റൽ. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ചെറിയ സെറ്റപ്പിൽ കൊല്ലം ജില്ലയിൽ ബിസിനസ്സൊക്കെ നടത്തിക്കൊണ്ടുവരികയാണ്. അപ്പോൾ നല്ല പ്രോഫിറ്റ് വന്നു. അപ്പോൾ നമ്മൾ തീരുമാനിച്ചു ഇത് തിരുവനന്തപുരത്തും എറണാകുളത്തും 2 ജില്ലയിലും കൂടെ നമ്മൾ എക്സ്പാൻഡ് ചെയ്യണം. 2 ജില്ലയിലും കൂടെ നമ്മൾ എക്സ്പാൻഡ് ചെയ്യണം. അത് വലിയ രീതിയിൽ എക്സ്പാൻഡ് ചെയ്യാൻ പോകണം. വലിയ മോളൊക്കെ കെട്ടിയിട്ട് അവിടെ ഒരുപാട് സ്ഥാപനങ്ങളൊക്കെ വെച്ചിട്ട് അങ്ങനെ ഭയങ്കര വലിയ രീതിയിലാണ് എക്സ്പാൻഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എല്ലാം കൂടെ ചേർന്നിട്ട് നമുക്കൊരു 500 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ട്. 500 കോടി രൂപയുടെ എക്സ്പാൻഷനാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. ഓക്കെ അല്ലേ? ഭയങ്കര വലിയ ബിസിനസ്സാണേ, ചുമ്മാ സങ്കല്പിച്ചോ. 500 കോടി രൂപയുടെ ബിസിനസ്. അപ്പോൾ നമ്മൾ തീരുമാനിച്ചു 500 കോടി രൂപ പബ്ലിക്കിൻ്റെ കയ്യിൽ നിന്ന് നമ്മൾ ഷെയർ ഇഷ്യൂ ചെയ്ത് മേടിക്കാം. എത്ര രൂപ? 500 കോടി രൂപ. ഓക്കെ അല്ലേ? അങ്ങനെ 500 കോടി രൂപ പബ്ലിക്കിൻ്റെ എന്ന് മേടിക്കണമെങ്കിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? അവർക്ക് ഒരു ആപ്ലിക്കേഷൻ ഫോമൊക്കെ കൊടുക്കണം പബ്ലിക്കിനോട്. നമ്മുടെ പ്രോസ്പെക്ടസ് എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടില്ലേ? പ്രോസ്പെക്ട് എന്ന് പറഞ്ഞാൽ ഇൻവിറ്റേഷനാണ്, പബ്ലിക്കിൻ്റെ അടുത്ത് ഷെയർ മേടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പറയുന്ന ഇൻവിറ്റേഷനാണെന്നൊക്കെ. അങ്ങനെയാണെങ്കിൽ പ്രോസ്പെക്ടസ് ഒക്കെ ഇഷ്യൂ ചെയ്തിട്ട് നമ്മൾ പബ്ലിക്കിൻ്റെ നിന്ന് മേടിക്കണം. ഓക്കെ അല്ലേ? അങ്ങനെ നമ്മൾ ഇഷ്യൂ ചെയ്യാൻ തീരുമാനിച്ച, കളക്ട് ചെയ്യാൻ തീരുമാനിച്ച ക്യാപിറ്റൽ നമുക്ക് എന്ന് വിളിക്കാം? ഇഷ്യൂഡ് ക്യാപിറ്റൽ എന്ന് വിളിക്കാം. ഇഷ്യൂഡ് ക്യാപിറ്റൽ. നോക്കിയിടാ, അതായത് 1000 കോടി രൂപയാണ് നമ്മുടെ ഓതറൈസ്ഡ് ക്യാപിറ്റൽ. അതിൽ നമ്മൾ കളക്ട് ചെയ്യാൻ പോണ ക്യാപിറ്റൽ എത്രയാണ്? 500 കോടി. അതിന് നമുക്ക് എന്ന് വിളിക്കാം? ഇഷ്യൂഡ് ക്യാപിറ്റൽ എന്ന് വിളിക്കാം. ഓക്കെ, അങ്ങനെ നമ്മൾ 500 കോടി രൂപ ഇഷ്യൂ ചെയ്തപ്പോൾ നമ്മുടെ സെബി കുറേ റൂൾസ് വെച്ചിട്ടുണ്ട്. അതെല്ലാം നമ്മൾ പാലിച്ചിരിക്കണം. സെബി കുറേ റൂൾസ് വെച്ചിട്ടുണ്ട്, അതെല്ലാം നമ്മൾ പാലിച്ചിരിക്കണം. എന്താണെന്നറിയാമോ? സെബി പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ എത്രയാണോ ഇഷ്യൂ ചെയ്യാൻ പോണത് അതിൻ്റെ ഒരു സർട്ടൺ പെർസെൻറ്റേജ് മിനിമം മേടിച്ചിരിക്കണം. മനസ്സിലായില്ല? അതായത് 500 കോടി രൂപയാണ് നമ്മൾ ഇഷ്യൂ ചെയ്യാൻ പോണത്. സെബി പറയാണ് 90% മിനിമം സബ്സ്ക്രിപ്ഷനാണ്. സെബി എത്ര പറഞ്ഞു? 90% മിനിമം സബ്സ്ക്രിപ്ഷനാണ്. അപ്പോൾ നോക്കി, 500 കോടിയുടെ 90% എന്ന് പറഞ്ഞാൽ 450 കോടി, 450 ക്രോസ്. അപ്പോൾ നമ്മുടെ സെബി പറയാണ് നിങ്ങൾ 500 കോടി ഇഷ്യൂ ചെയ്തോ, പക്ഷേ പബ്ലിക്ക് മിനിമം എത്ര മേടിച്ചിരിക്കണം? 450 ക്രോസ് മേടിച്ചിരിക്കണം. സെബി പറഞ്ഞ ഒന്നാമത്തെ റൂളാണത്. സെബി എന്ത് പറഞ്ഞടാ? 500 കോടിയിൽ ഒരു 90% എന്ത് ചെയ്യണം? മിനിമം സബ്സ്ക്രൈബ് ചെയ്തിരിക്കണം. ഓക്കെ അല്ലേ? ഇനി ഒന്ന് ആലോചിക്കേ, ഈ 500 കോടി രൂപയിൽ മിനിമം 450 കോടി ആൾക്കാർ വാങ്ങിയില്ല. നമ്മൾ 500 കോടി രൂപ ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞാൽ 500 കോടിയും പോകണമെന്നില്ല, 500 കോടി നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റണമെന്നില്ല. ചിലപ്പോൾ കളക്ട് ചെയ്യുന്നത് ഒരു 300 കോടിയായിരിക്കാം, അല്ലേ? അങ്ങനെയാണെങ്കിൽ സെബി നോക്കും, പറ്റില്ല, ഞങ്ങൾ പറഞ്ഞ റൂള് 90% വേണമെന്നാണ്. പക്ഷേ 90% ആയിട്ടില്ല, നിങ്ങൾക്ക് എത്ര 300 കോടി രൂപ ആയിട്ടുള്ളൂ. 400 കോടി ആണെങ്കിൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, ഞങ്ങൾ ബാക്കി ഇഷ്യൂ ചെയ്യാൻ വേണ്ടി സമ്മതിക്കത്തുള്ളൂ. ഓക്കെ അല്ലേ? അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ സെബിയുടെ ഒന്നാമത്തെ റൂൾ എന്താടാ? സെബിയുടെ ഒന്നാമത്തെ പറഞ്ഞ റൂള് 90% മിനിമം സബ്സ്ക്രിപ്ഷൻ വേണം. എത്ര? 90% മിനിമം സബ്സ്ക്രിപ്ഷൻ. അപ്പോൾ നമ്മൾ അടുത്ത വേർഡ് പഠിച്ചു, മിനിമം സബ്സ്ക്രിപ്ഷൻ. ഇതാരാ പറഞ്ഞത്? സെബി, സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ. അപ്പോൾ നമ്മുടെ സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ പറഞ്ഞു നിങ്ങൾ എത്ര വേണമെങ്കിലും ഇഷ്യൂ ചെയ്തോ, പക്ഷേ ഇഷ്യൂ ചെയ്യുന്നതിൻ്റെ 90% മിനിമം സബ്സ്ക്രിപ്ഷൻ വേണം. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ബാക്കി പ്രൊസീജിയേഴ്സ് അത് മുമ്പോട്ട് കൊണ്ടുപോകാൻ സമ്മതിക്കും. ഇനി 90% വന്നില്ലെങ്കിൽ നിങ്ങളത് തിരിച്ച് റീഫണ്ട് ചെയ്ത് കൊടുക്കേണ്ടി വരുമെന്നൊക്കെ അത് നമുക്കങ്ങ് പഠിക്കാം. ഓക്കെ, അപ്പോൾ 90%ൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു. ഇനി ഈ 90% എത്ര ദിവസത്തിനുള്ളിൽ? ഇപ്പോൾ നോക്കിയടാ, നമ്മൾ പബ്ലിക്കിൻ്റെ അടുത്ത് പറഞ്ഞു 500 കോടി ഉണ്ട്, നിങ്ങളെല്ലാവരും ഷെയർ വാങ്ങിച്ചോ, എന്നിട്ട് ഞങ്ങൾക്ക് പൈസ തന്നോ. ഓക്കെ, എത്ര നാൾ വരെ നമുക്ക് കാത്തിരിക്കാം ഈ 90% ആവുന്നോ ഇല്ലേന്ന്? 30 ഡേയ്സ്. ഇതൊക്കെ നമ്മൾ ലോയിൽ പഠിച്ചതാണ്. ഓക്കെ അല്ലേ? ഓക്കെ. ഇനി പബ്ലിക്കിന് നമ്മൾ എന്ത് കൊടുക്കണം? ഒരു ആപ്ലിക്കേഷൻ കൊടുക്കണം, ആപ്ലിക്കേഷൻ ഫോം, അല്ലേ?
അതിനോടൊപ്പം ഒരു പ്രോസ്പെക്ടസും കൂടെ കൊടുക്കണം. ആ പ്രോസ്പെക്ടസിൻ്റെ പേരാണ് അബ്രിജ്ഡ് പ്രോസ്പെക്ടസ്. അബ്രിജ്ഡ് പ്രോസ്പെക്ടസ്. പബ്ലിക്കിന് എന്തൊക്കെ കൊടുക്കണോടാ? ഒരു ആപ്ലിക്കേഷൻ ഫോമും ഒരു അബ്രിജ്ഡ് പ്രോസ്പെക്ടസും കൊടുക്കണം. അതെന്തോ അബ്രിജ്ഡ് പ്രോസ്പെക്ടസ്? നമ്മൾ അവിടെ പഠിച്ചിട്ടുണ്ട്. എവിടെ? ലോയിൽ പ്രോസ്പെക്ടസ് 3 ടൈപ്പ് ഉണ്ട്. അബ്രിജ്ഡ് പ്രോസ്പെക്ടസ്, ഷെൽഫ് പ്രോസ്പെക്ടസ് എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓർമ്മയുണ്ടോ? അബ്രിജ്ഡ് പ്രോസ്പെക്ടസ് സാധാ ഒരു കമ്പനിയുടെ പ്രോസ്പെക്ടസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും കാണും അതിനകത്ത്. കമ്പനിയുടെ ഇതുവരെയുള്ള കാര്യങ്ങളും ഇനി മുമ്പോട്ട് അവർ എക്സ്പെക്ട് ചെയ്യുന്ന കാര്യങ്ങളും അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റുകളും റിട്ടേൺസും അക്കൗണ്ട്സും കാര്യങ്ങളും എല്ലാം കാണും. അപ്പോൾ അതിൻ്റെ ഒരു ഒരു സമ്മറി ആയിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന അത് നമ്മുടെ സാധാ നോർമൽ പ്രോസ്പെക്ടസ് ഒരുപാട് പേജാണ്. 500 പേജ് ഉണ്ടെങ്കിൽ ഈ അബ്രിജ്ഡ് പ്രോസ്പെക്ടസ് ഒരു 5 പേജിനകത്ത് ഈ കാര്യങ്ങളെല്ലാം കൂടെ ഒന്ന് ചുരുക്കും. അങ്ങനെ ഒന്ന് ഷോർട്ടായിട്ട് എഴുതുന്ന പ്രോസ്പെക്ടസിൻ്റെ പേരാണ് അബ്രിജ്ഡ് പ്രോസ്പെക്ടസ്. അപ്പോൾ ഈ അബ്രിജ്ഡ് പ്രോസ്പെക്ടസ് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും കമ്പനിയുടെ കാര്യങ്ങൾ മൊത്തം. ഓക്കെ അല്ലേ? അപ്പോൾ ആപ്ലിക്കേഷൻ ഫോമും ഒരു അബ്രിജ്ഡ് പ്രോസ്പെക്ടസും കൂടെ നമ്മൾ പബ്ലിക്കിന് ഇഷ്യൂ ചെയ്യേണ്ടി വരും. ഇനി നമ്മുടെ മിനിമം സബ്സ്ക്രിപ്ഷൻ എത്ര ദിവസം കൊണ്ട് കിട്ടണം? 30 ദിവസം കൊണ്ട് കിട്ടണം. ഓക്കെ അല്ലേ? ഇനി നോക്കിയേ, നമ്മൾ എന്ത് ചെയ്തില്ല? ഈ അബ്രിജ്ഡ് പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്തില്ല, അല്ലെങ്കിൽ ഈ ആപ്ലിക്കേഷൻ ഫോം ഇഷ്യൂ ചെയ്തില്ല. ഇത് രണ്ടിൽ എന്തെങ്കിലും ഒരു ഡീഫോൾട്ട് വരുത്തുകയാണെങ്കിൽ, എന്തെങ്കിലും ഒരു തെറ്റ് വരുത്തുകയാണെങ്കിൽ 500 രൂപ 50,000 രൂപ പെർ ഡീഫോൾട്ട് നമ്മൾ പെനാൽറ്റി പേ ചെയ്യേണ്ടി വരും. 50,000 രൂപ പെർ ഡീഫോൾട്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? പെനാൽറ്റി പേ ചെയ്യേണ്ടി വരും. ഓക്കെ അല്ലേടാ? പ്രശ്നമൊന്നുമില്ലോ, സിമ്പിൾ കാര്യമല്ലേ? ഓക്കെ, എല്ലാവരും ഒന്ന് ആക്റ്റീവായിട്ടിരുന്നേ. നമ്മൾ ഇതുവരെ പറഞ്ഞ കാര്യങ്ങളൊന്നും കൂടെ പറഞ്ഞേ. അതായത് സൂപ്പർ സാഗ് ലിമിറ്റഡ് ആണ് നമ്മുടെ കമ്പനി. നമ്മൾ മെമ്മോറണ്ടം ഓഫ് അസോസിയേഷൻ്റെ ക്യാപിറ്റൽ ക്ലോസിനകത്ത് നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട് 1000 കോടി രൂപയാണ് ഞങ്ങളുടെ മാക്സിമം ക്യാപിറ്റൽ. അതിന് നമ്മൾ നോമിനൽ ക്യാപിറ്റൽ, രജിസ്റ്റേർഡ് ക്യാപിറ്റൽ, ഓതറൈസ്ഡ് ക്യാപിറ്റൽ എന്നൊക്കെ നമ്മൾ വിളിച്ചു. ഓക്കെ അല്ലേ? അതിൻ്റെ അർത്ഥം ആ കമ്പനിക്ക് മാക്സിമം 1000 കോടി രൂപ വരെ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? പബ്ലിക്കിൻ്റെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, നമുക്കൊരു എക്സ്പാൻഷൻ വേണം. നമ്മൾ തീരുമാനിച്ചു ഒരു 500 കോടി രൂപയുടെ ക്യാപിറ്റൽ നമുക്ക് പബ്ലിക്കിൻ്റെ ഇഷ്യൂ ചെയ്ത് മേടിക്കാം. അപ്പോൾ നമ്മൾ 500 കോടി രൂപ ഇഷ്യൂ ചെയ്യാൻ തീരുമാനിച്ചു. അതിനെ നമ്മൾ വിളിക്കും ഇഷ്യൂഡ് ക്യാപിറ്റൽ. ഓക്കെ അല്ലേ? അങ്ങനെ ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് നമ്മുടെ സെബി പറഞ്ഞു നിങ്ങൾ 90% എന്ത് ചെയ്യണം? മിനിമം സബ്സ്ക്രിപ്ഷൻ ഉണ്ടാക്കിയിരിക്കണം. അതായത് 500 കോടി രൂപ നിങ്ങൾ ഇഷ്യൂ ചെയ്യാൻ തീരുമാനിച്ചാൽ 450 കോടി രൂപയെങ്കിലും മിനിമം പബ്ലിക്കിൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയിരിക്കണം. അതിൻ്റെ പേരാണ് എന്തെന്ന് പറയുന്നത്? ഇഷ്യൂഡ് ക്യാപിറ്റൽ, മിനിമം സബ്സ്ക്രിപ്ഷൻ എന്ന് വിളിക്കുന്നത്. ഇത് എത്ര ദിവസത്തിനുള്ളിൽ കിട്ടിയിരിക്കണം? 30 ദിവസത്തിനുള്ളിൽ കിട്ടിയിരിക്കണം. ഓക്കെ, അങ്ങനെ നമ്മൾ പബ്ലിക്കിന് ഈ സാധനം ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ വേണം? ഒരു ആപ്ലിക്കേഷൻ ഫോം, അതിനോടൊപ്പം അബ്രിജ്ഡ് പ്രോസ്പെക്ടസും കൂടെ കൊടുത്തിരിക്കണം. ഇനി ഇത് രണ്ടിനത്തിൽ എന്തെങ്കിലും ഡീഫോൾട്ട് നമ്മൾ വരുത്തിയാൽ ആ പെർ ഡീഫോൾട്ടിന് 50,000 രൂപ വെച്ച് നമ്മൾ പെനാൽറ്റി പേ ചെയ്യേണ്ടി വരും. പെർ ഡീഫോൾട്ടിന് 50,000 രൂപ വെച്ചിട്ട് പെനാൽറ്റി പേ ചെയ്യേണ്ടി വരും. ഓക്കെ അല്ലേടാ? പ്രശ്നമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. നമ്മളെ കമ്പനി ഈ 500 കോടി, നമ്മളെ സൂപ്പർ സാഗ് ലിമിറ്റഡ് 500 കോടി രൂപ ഇഷ്യൂ ചെയ്യാൻ തീരുമാനിച്ചപ്പോൾ അവർക്ക് 350 കോടി മാത്രമേ ആരെയിൽ നിന്ന് കിട്ടിയുള്ളൂ? പബ്ലിക്കിൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയുള്ളൂ. പബ്ലിക്ക് ആപ്ലിക്കേഷൻ മേടിച്ചിട്ട് പറഞ്ഞു ഓക്കെ ഞങ്ങൾ സമ്മതിച്ചു 350 കോടി രൂപയുടെ സാധനം ഞങ്ങൾ എടുത്തോളാം. എല്ലാവരും കൂടെ ചേർന്നിട്ട് മൊത്തം ഒരു 350 കോടി രൂപയുടെ ഷെയർ മാത്രമേ പോയുള്ളൂ. അപ്പോൾ മിനിമം എത്ര വേണം? മിനിമം 450 വേണം. കാരണം സെബി പറഞ്ഞിട്ടുണ്ട് 90% വേണം. 90% എന്ന് പറഞ്ഞാൽ 450. അപ്പോൾ 450 പോയില്ല, 350 പോയുള്ളൂ. ബാക്കി 100 വന്നില്ലേ? ഇനി 100 ക്രോസ്. സെബി പറഞ്ഞിരിക്കുന്നത് എന്തുവാ? 90% മിനിമം സബ്സ്ക്രിപ്ഷൻ വേണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 90% ആയോ? ഇല്ല, 90% ആയില്ല. അങ്ങനെയാണെങ്കിൽ ഈ പബ്ലിക് ഓഫർ അങ്ങ് ഇല്ലാണ്ടാവത്തില്ലേ? നമ്മൾ ഇഷ്യൂ ചെയ്യാൻ തീരുമാനിച്ച് ഈ 500 കോടി പിന്നെ പറ്റത്തില്ലെന്നൊക്കെ റൂൾ വരും, പിന്നെ പ്രശ്നങ്ങളൊക്കെ വരും, ഇതൊന്നും നടക്കില്ല. അപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട്, നമ്മുടെ ഫണ്ട് മൊത്തം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളെ കമ്പനി ഒരു വേറൊരു പരിപാടി ചെയ്യും. ആ പരിപാടിയുടെ പേരാണ് അണ്ടർ റൈറ്റിംഗ്. എന്തെന്ന് പറയും? അണ്ടർ റൈറ്റിംഗ്. അതായത് അണ്ടർ റൈറ്റിംഗ് ചെയ്യുന്ന കുറേ കമ്പനീസ് ഉണ്ട്, അല്ലെങ്കിൽ കുറേ ഏജൻസീസ് ഉണ്ട്. അവരോട് പറയും ഞങ്ങൾ 500 കോടി രൂപ പബ്ലിക്കിൻ്റെ അടുത്ത് ഇഷ്യൂ ചെയ്യാൻ പോവുകയാണ്. സെബി പറഞ്ഞിരിക്കുന്നത് 90%, അതായത് 450 കോടി. ഇനി 450 കോടി രൂപ ഞങ്ങൾക്ക് കളക്ട് ചെയ്യാൻ പറ്റിയില്ല, 300 പറ്റുള്ളൂ, അല്ലെങ്കിൽ 200 പറ്റുള്ളൂ, എത്രയെങ്കിലും ആയിക്കോട്ടെ. ഞങ്ങൾക്ക് കളക്ട് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ബാക്കി എമൗണ്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തോ. ആര്? അണ്ടർ റൈറ്റേഴ്സ് സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് പറയും. അങ്ങനെ അവർ നമ്മൾ അണ്ടർ റൈറ്റിങ്ങിൻ്റെ എഗ്രിമെൻ്റൊക്കെ കോൺട്രാക്റ്റൊക്കെ ഒപ്പിടും. എന്നിട്ട് പറയും ഓക്കെ 500 കോടി രൂപ, അതിൽ 450 കോടി മിനിമം സബ്സ്ക്രിപ്ഷൻ, അതായില്ലെങ്കിൽ ബാക്കി എത്രയാണോ അത് ഞങ്ങൾ മിനിമം സബ്സ്ക്രിപ്ഷൻ ആവാൻ വേണ്ടിയിട്ടുള്ള ബാക്കി ഷെയർസ് ഞങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തോളാം എന്ന് പറയും. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ അവർ ചുമ്മാ സബ്സ്ക്രൈബ് ചെയ്യില്ല, ചുമ്മാ അവർ നമുക്ക് പൈസ തരില്ല. അവരെന്ത് ചെയ്യും? ഒരു സർട്ടൺ പെർസെൻറ്റേജ് കമ്മീഷനായിട്ട് എടുക്കും. മിക്കപ്പോഴും അത് ഒരു 2 തൊട്ട് 3% വരെ ആയിരിക്കും നമ്മൾ കമ്മീഷനായിട്ട് എടുക്കുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ അണ്ടർ റൈറ്റിംഗ് എന്താണെന്ന് മനസ്സിലായില്ലേ? ഓക്കെ, അപ്പോൾ നോക്കിയടാ, 1000 കോടിയിൽ നമ്മൾ 500 കോടി ഇഷ്യൂ ചെയ്യാൻ തീരുമാനിച്ചു. 350 കോടി നമുക്ക് പബ്ലിക്കിൻ്റെ കയ്യിൽ നിന്ന് കിട്ടി. 100 കോടി രൂപ നമ്മൾ എന്ത് ചെയ്തു? അണ്ടർ റൈറ്റേഴ്സിന് കൊടുത്തു. അണ്ടർ റൈറ്റിംഗ് കമ്മീഷൻ ഒരു 2% ഒക്കെ പേ ചെയ്തിട്ട് ഒരു 100 കോടി നമുക്ക് അണ്ടർ റൈറ്റേഴ്സിനകത്തും കൊടുത്തു. അപ്പോൾ സെബി നോക്കുമ്പോൾ ഓക്കെ അവർ പറഞ്ഞിട്ടുള്ള എത്ര? മിനിമം 90 ആവണം. ഇവിടെ 350, ഇവിടെ 100, 450 90 ഓക്കെ അക്സെപ്റ്റ്. അങ്ങനെയാണെങ്കിൽ മുമ്പോട്ടുള്ള പ്രൊസീജിയേഴ്സിന് പൊക്കോ. ഇനി നമ്മളൊരു കാര്യം അറിഞ്ഞിരിക്കേണ്ടതെന്ന് അറിയാമോ? ഈ കമ്പനീസ് ഷെയർ നമ്മൾ പറഞ്ഞില്ലേ 10 രൂപയാണ് ഒരു ഷെയറിൻ്റെ വിലയെന്ന്. ഓക്കെ, ആ 10 രൂപ എങ്ങനെ കളക്ട് ചെയ്യുന്നത് അറിയാമോ? ആദ്യമേ നമ്മൾ ആപ്ലിക്കേഷൻ കൊടുക്കത്തില്ലേ?
ആപ്ലിക്കേഷൻ. ആ ആപ്ലിക്കേഷൻ തിരിച്ച് റിട്ടേൺ ചെയ്യുമ്പോൾ അതിനോടൊപ്പം ആപ്ലിക്കേഷൻ മണി മേടിക്കണം. ആപ്ലിക്കേഷൻ മണി ഒരു 3 രൂപ. ആപ്ലിക്കേഷൻ മണി എത്ര രൂപയുടെ? ഒരു 3 രൂപ. ഓക്കെ. അത് കഴിഞ്ഞിട്ട് ഓരോ കോൾസ് വിളിക്കും. ഫസ്റ്റ് കോൾ 2 രൂപ, സെക്കൻഡ് കോൾ 2 രൂപ, തേർഡ് ആൻഡ് ഫൈനൽ കോൾ അല്ലെങ്കിൽ ഫൈനൽ കോൾ എന്ന് വിളിക്കാം 3 രൂപ. അപ്പോൾ ടോട്ടൽ 10 രൂപയായില്ലേ? ഇങ്ങനെയാണ് നമ്മൾ പൈസ വാങ്ങിക്കുന്നത്. ഒറ്റയടിക്ക് 10 രൂപ മേടിക്കില്ല. എന്ത് ചെയ്യും? ആദ്യമേ നമ്മൾ ആപ്ലിക്കേഷൻ ഇഷ്യൂ ചെയ്തില്ലേ? എന്തിൻ്റെ കൂടെ? അബ്രിഡ്ജ്ഡ് പ്രോസ്പെക്ടസും കൂടെ വെച്ചിട്ട് ആപ്ലിക്കേഷൻ ഇഷ്യൂ ചെയ്യും. ആ ആപ്ലിക്കേഷൻ തിരിച്ചു വരുമ്പോൾ ഞങ്ങൾ ഇത്ര ഷെയർ സബ്സ്ക്രൈബ് ചെയ്തോളാം എന്ന് പബ്ലിക്ക് പറയുമ്പോൾ അതിനോടൊപ്പം അതിൻ്റെ ആപ്ലിക്കേഷൻ മണി കൂടി തരണം, 3 രൂപയും കൂടെ തരണം. ഓക്കെ അല്ലേ? അത് കഴിഞ്ഞിട്ട് നമുക്ക് പൈസ ആവശ്യമുള്ളപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഫസ്റ്റ് കോൾ വിളിക്കും, അപ്പോൾ ഒരു ഫസ്റ്റ് കോളിൻ്റെ എമൗണ്ട് വരണം. സെക്കൻഡ് കോൾ വിളിക്കും, അപ്പോൾ സെക്കൻഡ് കോളിൻ്റെ എമൗണ്ട് വരണം. ബാക്കി എത്രയാണോ അത് നമ്മൾ ഫൈനൽ കോളിൽ വിളിക്കും. അങ്ങനെ മൊത്തം 10 രൂപയായില്ലേ? ഇങ്ങനെയാണ് നമ്മൾ അവരുടെ നിന്ന് പൈസ മേടിക്കുന്നത്. ഓക്കെ അല്ലേ? ഇങ്ങനെയാണ് നമ്മൾ അവരുടെ നിന്ന് എന്ത് ചെയ്യുന്നത്? പൈസ മേടിക്കുന്നത്. ഓക്കെ. ഇനി നമുക്ക് ഇതിൻ്റെ ബാക്കി വെക്കാം. ഈ 350 പബ്ലിക് എടുത്തോളാം എന്ന് പറഞ്ഞില്ലേ? പബ്ലിക് എടുത്തോളാം എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഈ 350 കോടി രൂപയെ നമുക്ക് എന്തെന്ന് വിളിക്കാം? സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ എന്ന് വിളിക്കാം. സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ. ഓക്കെ അല്ലേടാ? അതായത് നമ്മളെ കയ്യിൽ നിന്ന് മേടിച്ചോളാം. സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള ക്യാപിറ്റലിൻ്റെ പേര് എന്താണ്? സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ. ഓക്കെ അല്ലേ? 350 കോടി നമ്മൾ എന്തെന്ന് വിളിച്ചു? സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ എന്ന് വിളിച്ചു. ഓക്കെ. ഇനി ഈ 350 കോടി രൂപയുടെ ആപ്ലിക്കേഷൻ മണി അവർ തരണം. പക്ഷേ കുറച്ച് പേരെ പൈസ തരൂ. നമ്മൾ ഓക്കെ. അങ്ങനെ ആപ്ലിക്കേഷൻ മണിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഫസ്റ്റ് കോൾ വിളിക്കുകയാണ്. നമ്മൾ എന്ത് വിളിക്കുകയാണ്? ഫസ്റ്റ് കോൾ വിളിക്കുകയാണ്. നമ്മൾ പറഞ്ഞു ബാക്കി നിങ്ങളെല്ലാവരും തരാനുള്ളവരെല്ലാവരും ബാക്കി 2 രൂപയും കൂടെ വെച്ചിട്ട് ഷെയറിൻ്റെ മേലിൽ പേ ചെയ്യണം. ഓക്കെ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് കോൾ വിളിച്ചില്ലേ? ഇല്ലേ? ഇതിനെയാണ് നമ്മളെന്ന് വിളിക്കുന്നത് കോൾഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ. എന്തെന്ന് വിളിക്കൂടാ? കോൾഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മൾ അവരോട് പറഞ്ഞു ബാക്കി 2 രൂപയും കൂടെ നിങ്ങൾ തരണം. ഈ 2 രൂപ നമ്മൾ തരണമെന്ന് പറഞ്ഞപ്പോൾ എന്ത് ചെയ്യും? കുറച്ച് ആൾക്കാർ തരും, കുറച്ച് പേര് തരത്തില്ല. ആ തരയാണെങ്കിൽ നമ്മൾ അതിനെന്ത് ചെയ്യും? പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ എന്ന് വിളിക്കും. എന്തെന്ന് വിളിക്കും? പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ എന്ന് വിളിക്കും. ഇനി ചിലർ തരൂല, അരിയർ വരുത്തും. അങ്ങനെ അരിയർ വരുത്തുകയാണെങ്കിൽ നമ്മൾ അതിനെന്ന് വിളിക്കും? കോൾസ് ഇൻ അരിയർ എന്ന് വിളിക്കും. കോൾസ് ഇൻ അരിയർ. ഇത്രയേ ഉള്ളൂ, പരിപാടി തീർന്നു. എല്ലാ ക്യാപിറ്റലിൻ്റെ പേര് നമ്മൾ പഠിച്ചു. സിമ്പിളല്ലേടാ? ഒന്നും കൂടെ പറഞ്ഞേ, ബുക്കൊന്നും വേണ്ട, കണ്ണടച്ച് പറഞ്ഞേ. നമ്മൾ മെമ്മോറണ്ടത്തിൽ ക്യാപിറ്റൽ ലോസിൽ എഴുതുന്ന എമൗണ്ടിന് മാക്സിമം ഈ പബ്ലിക്കിൻ്റെ നിന്ന് മേടിക്കാൻ പറ്റുന്ന എമൗണ്ടിനെ രജിസ്റ്റേർഡ് ക്യാപിറ്റൽ, ഓതറൈസ്ഡ് ക്യാപിറ്റൽ, നോമിനൽ ക്യാപിറ്റൽ എന്ന് വിളിക്കും. നമ്മൾ പബ്ലിക്കിന് എത്രയാണോ ഇഷ്യൂ ചെയ്യുന്നത് അതിന് ഇഷ്യൂഡ് ക്യാപിറ്റൽ എന്ന് വിളിക്കും. അതിൽ എത്രയാണോ അവർ സബ്സ്ക്രൈബ് ചെയ്യുന്നത് അതിനെ സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ എന്ന് വിളിക്കും. ഓക്കെ അല്ലേ? ഇനി സബ്സ്ക്രൈബ് ചെയ്തൊക്കെ കഴിഞ്ഞിട്ട് ആപ്ലിക്കേഷൻ മണിയൊക്കെ അവർ തരും. അത് കഴിഞ്ഞ് നമ്മൾ ഓരോ കോൾസ് വിളിക്കത്തില്ലേ? ആ കോൾസ് വിളിക്കുന്നതിന് നമ്മൾ എന്തെന്ന് വിളിക്കും? കോൾഡ് അപ്പ് ക്യാപിറ്റൽ. ഇപ്പോൾ നോക്കി, ഇവിടെ 3 രൂപ നമ്മൾ ആപ്ലിക്കേഷന് കൂടെ കിട്ടി, 2 രൂപ എന്ത് ചെയ്യും? ആ ഫസ്റ്റ് കോൾ വിളിച്ചു അല്ലേ? അങ്ങനെയാണെങ്കിൽ ഈ 3, 2, 5 നമ്മൾ എന്ത് വിളിക്കുന്നത്? കോൾഡ് അപ്പ് ക്യാപിറ്റൽ എന്ന് വിളിക്കുന്നത്. 5 രൂപ നമ്മൾ കോൾ ചെയ്തു. ആ കോൾ ചെയ്തതിൽ എത്ര കുറച്ച് പൈസ അവർ തരും, അതിനാണെങ്കിൽ പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ എന്ന് വിളിക്കാം. ഇനി തന്നില്ലെങ്കിൽ കോൾസ് ഇൻ അരിയർ. ആ നമ്മൾ വിളിച്ച കോൾ അവർ അരിയർ വരുത്തി, അതിനെ നമ്മൾ കോൾസ് ഇൻ അരിയർ എന്ന് വിളിക്കും. ഓക്കെ അല്ലേ? പിന്നെ നമ്മൾ ഒരു കാര്യം കൂടെ പഠിച്ചു. എന്ത്? സെബി പറഞ്ഞിട്ടുണ്ട്, നമ്മൾ എത്രയാണോ ഇഷ്യൂ ചെയ്യുന്നത് ആ ഇഷ്യൂ ചെയ്യുന്നതിൻ്റെ ഒരു മിനിമം സബ്സ്ക്രിപ്ഷൻ ഒരു 90% വേണം. അതിനെ നമ്മൾ മിനിമം സബ്സ്ക്രിപ്ഷൻ എന്ന് വിളിച്ചു. അത് എത്ര ദിവസത്തിനുള്ളിൽ വേണം? 30 ദിവസത്തിനുള്ളിൽ വേണം. ഓക്കെ. ഇനി നമ്മൾ പബ്ലിക്കിന് ഇൻവിറ്റേഷൻ കൊടുക്കുമ്പോൾ അവർ മേടിച്ചോളാം എന്ന് പറയുമ്പോൾ അവർ നമ്മൾ എന്തൊക്കെ കൊടുക്കും? ഒരു ആപ്ലിക്കേഷൻ ഫോമും കൊടുക്കും, അതിനോടൊപ്പം ഒരു അബ്രിഡ്ജ്ഡ് പ്രോസ്പെക്ടസ് കൂടെ കൊടുക്കും. അബ്രിഡ്ജ്ഡ് പ്രോസ്പെക്ടസ് എന്ന് പറഞ്ഞാൽ ഒരു നമ്മുടെ മെയിൻ പ്രോസ്പെക്ടസിൻ്റെ ഒരു ഷോർട്ട് ആയിട്ടുള്ള ഫോം, അതിനകത്ത് എല്ലാ ഡീറ്റെയിൽസും കാണും. ഓക്കെ അല്ലേ? അതിലെന്തെങ്കിലും ഡീഫോൾട്ട് വരുത്തി കഴിഞ്ഞാൽ 500 രൂപ പിഴ അടയ്ക്കേണ്ടി വരും. സോറിയുടെ 500 അല്ല, 50,000 രൂപ പെർ ഡീഫോൾട്ട് പിഴ അടയ്ക്കേണ്ടി വരും. ഓക്കെ അല്ലേ? സത്യം പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ നമുക്ക് പഠിക്കാൻ. ഇനി ഒരു കുഞ്ഞൊരു ടോപ്പിക് കൂടെ പഠിക്കാനുണ്ട്. ഇനി നിങ്ങൾ വേറൊരു കേസ് ആലോചിച്ച് നോക്കി. നമ്മൾ എന്ത് ചെയ്തില്ല? അണ്ടർ റൈറ്റേഴ്സിൻ്റെ അടുത്ത് പറഞ്ഞില്ല, അണ്ടർ റൈറ്റിംഗ് എഗ്രിമെൻ്റ് ഒന്നും വെച്ചില്ല. ഒരു അണ്ടർ റൈറ്റിൻ്റെ അടുത്ത് പറഞ്ഞു, നമ്മൾ കോൺഫിഡൻ്റ് ആയിരുന്നു എന്തായാലും 450 കോടി പബ്ലിക്കിൻ്റെ നിന്ന് കിട്ടുമെന്ന്. പക്ഷേ കിട്ടിയില്ലെങ്കിൽ എന്ത് സംഭവിക്കും? സെബി പറഞ്ഞിട്ടുണ്ട് പറ്റില്ല, 90% കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് ബാക്കി പ്രൊസീജിയേഴ്സ് ചെയ്യാൻ പറ്റൂ, സമ്മതിക്കത്തുള്ളൂ. ഇനി കിട്ടിയില്ലെങ്കിൽ ആ പൈസ നിങ്ങൾ റീഫണ്ട് ചെയ്യണം. ഏത് പൈസ? ഫസ്റ്റ് നമ്മൾ വിളിക്കുമ്പോൾ ആപ്ലിക്കേഷൻ മണി നമുക്ക് കിട്ടത്തില്ലേടാ, ഈ 3 രൂപ കിട്ടും. കുറച്ച് പേര് തരും അല്ലേ? ആ തരുന്നതാണ് നമ്മൾ എത്ര ക്രോഡാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ആ തരുന്നത് 90% ആയില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ആ സാധനം റീഫണ്ട് ചെയ്യണം എന്ന് സെബി പറഞ്ഞിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ ഇത്രയൊക്കെ മതി. ഒരു ഫസ്റ്റ് ഡേ ഒരു ഇൻട്രൊഡക്ഷൻ ക്ലാസ് ആയിട്ട് നമ്മൾ ഇത്രയൊക്കെ പഠിച്ചാൽ മതി. കമ്പനി എന്താണെന്നും ഷെയറിൻ്റെ കുറേ ടൈപ്പൊക്കെ നമ്മൾ പഠിച്ചു. ഫസ്റ്റ് വീഡിയോയിൽ ഇത്രയൊക്കെ മതി. നമ്മൾ അടുത്ത വീഡിയോയിൽ ഇനി അങ്ങോട്ട് എങ്ങനെയാണ് ഷെയർ ഇഷ്യൂ ചെയ്യുന്നതെന്നും അതിൻ്റെ ടൈപ്പ് എന്താണെന്നും അതിൻ്റെ ജേർണൽ എൻട്രി എന്താണെന്നും അക്കൗണ്ട്സ് എന്താണെന്നൊക്കെ നമ്മൾ അടുത്ത വീഡിയോയിൽ പഠിക്കും. അപ്പോൾ ഇത് മതി. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ, നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലായി, നിങ്ങളത് പഠിക്കാൻ വേണ്ടി സഹായിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ ഈ ചാനലും നമ്മുടെ ഈ വീഡിയോസും നിങ്ങളെ ഫ്രണ്ട്സുമായിട്ട് റെഫർ ചെയ്യുക. മാക്സിമം എവിടേക്ക് എത്തിക്കാൻ പറ്റുമോ അവിടേക്ക് എത്തിക്കുക. നമ്മുടെ കമ്മ്യൂണിറ്റിയാണ്, നമ്മുടെ ചാനലാണ്, അത് വളർത്താന്നുള്ളത് നിങ്ങളുടെ കൂടി റെസ്പോൺസിബിലിറ്റി ആയിട്ട് കാണുക. നമുക്കിനി അടുത്ത വീഡിയോയിൽ ഈ ഷെയർസിൻ്റെ ബാക്കി ടോപ്പിക്കുമായിട്ട് നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ.